നമസ്കാരം, പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇംഗ്ലീഷ് ആണ്. ഇംഗ്ലീഷിലെ വൊക്കാബുലറി ഭാഗത്ത് നിന്ന് സ്ഥിരമായിട്ട് ചോദിക്കാറുള്ളതാണ് ഇഡിയംസ് എന്ന് പറയുന്നത്. അപ്പോൾ PSC ഇതുവരെ ചോദിച്ചിട്ടുള്ളതും അതുപോലെ തന്നെ ഇനി ചോദിക്കാൻ സാധ്യത ഉള്ളതുമായിട്ടുള്ള എല്ലാ ഇഡിയംസും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലാസ് ആണ്. അപ്പോൾ അതിന്റെ രണ്ട് പാർട്ടായിരിക്കും ഉണ്ടാവുക. അതിലെ ഫസ്റ്റ് പാർട്ടാണ് ഇപ്പോൾ എടുക്കാൻ പോകുന്നത്. അപ്പോൾ കൃത്യമായിട്ട് കണ്ട് മനസ്സിലാക്കുക. ഓരോന്നും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന രീതിയിൽ ചെറിയ ചെറിയ കണക്ഷനൊക്കെ വെച്ചിട്ടാണ് പറഞ്ഞു തരിക. അപ്പോൾ ക്ലാസ് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അത് പഠിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കും ക്ലാസ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കൃത്യമായി കണ്ട് മനസ്സിലാക്കി പഠിക്കാം. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ എന്താ അല്ലേ, റെഡ് ലെറ്റർ ഡേ. എന്താണ് റെഡ് ലെറ്റർ ഡേ എന്ന് പറഞ്ഞാൽ? മെമ്മറബിൾ ഡേ അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ഡേ എന്ന് പറയും. ഓക്കെ, രണ്ടും പഠിച്ചു വെച്ചേക്കണം. ഒരു പ്രാവശ്യം മെമ്മറബിൾ ഡേ എന്ന് ചോദിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ഡേ എന്ന് ചോദിക്കുന്നതും റെഡ് ലെറ്റർ ഡേനെയാണ് അല്ലേ. നമുക്ക് ഓർത്തിരിക്കാൻ എളുപ്പമാണ് അല്ലേ. അപ്പം നമ്മൾ കലണ്ടർ എടുത്തു കഴിഞ്ഞാൽ കലണ്ടറിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദിവസങ്ങളൊക്കെ അല്ലേ എന്തുകൊണ്ടാണ് കളർ ചെയ്തിരിക്കുന്നത്? റെഡ് അല്ലേ, റെഡ് മഷി കൊണ്ടാണ് കളർ ചെയ്തിട്ടുള്ളത്. ഇപ്പം ലീവുള്ള ദിവസമാണെങ്കിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആഘോഷമൊക്കെ ഉള്ള സമയത്ത് അതൊക്കെ എന്താണ്, റെഡ് കളർ കൊണ്ടാണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെ ഓർത്ത് വെക്കാം, ഇമ്പോർട്ടന്റ് ഡേ എന്ന് അങ്ങനെ ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, ഇനി മെമ്മറബിൾ ഡേ അല്ലേ. നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും മെമ്മറബിൾ ആയിട്ടുള്ള ദിവസമൊക്കെ നമ്മൾ എന്ത് ചെയ്യും, റെഡ് കളർ കൊണ്ട് ഇങ്ങനെ റൗണ്ട് ചെയ്തിരിക്കും അല്ലേ. ഏതെങ്കിലും ഡേറ്റിന്റെ മുകളിൽ റെഡ് കളർ കൊണ്ട് ഇങ്ങനെ റൗണ്ട് ചെയ്തിരിക്കും. അപ്പൊ നമുക്ക് അങ്ങനെയും ജസ്റ്റ് ഓർത്ത് വെച്ചേക്കാം. അപ്പൊ റെഡ് ലെറ്റർ ഡേ എന്ന് പറഞ്ഞാൽ എന്താണ്? മെമ്മറബിൾ ഡേ, അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ഡേ. ഇനി അടുത്തത് എ ഫ്ലാഷ് ഇൻ ദ പാൻ ആണ് അല്ലേ. എ ഫ്ലാഷ് ഇൻ ദ പാൻ എന്ന് പറഞ്ഞാൽ എന്താ? സംതിങ് ദാറ്റ് ഹാസ് എ സ്ട്രോങ് സ്റ്റാർട്ട് ബട്ട് ക്വിക്ക്ലി ഫെയിൽസ് അല്ലേ. ഇപ്പൊ സംതിങ് ദാറ്റ് ഹാസ് എ സ്ട്രോങ് സ്റ്റാർട്ട് ബട്ട് ക്വിക്ക്ലി ഫെയിൽസ് എന്ന് വെച്ചാൽ ഒരു കാര്യം അത് ആരംഭിക്കുമ്പോൾ ഭയങ്കര സ്ട്രോങ് ആയിട്ട് അത് ആരംഭിക്കുകയും പെട്ടെന്ന് എന്ത് ചെയ്യും, അത് ഫെയിൽ ആവും. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ആലോചിച്ചാൽ മതി. എ ഫ്ലാഷ് അല്ലേ, എന്താ പറഞ്ഞിട്ടുള്ളത്? എ ഫ്ലാഷ് ഇൻ ദ പാൻ എന്നാണ്. ഇപ്പൊ പാനിൽ പെട്ടെന്നൊരു ഫ്ലാഷ് അങ്ങ് വന്നുപോയി. ഇപ്പൊ നമുക്ക് ഇപ്പൊ പ്ലേറ്റ് ഒക്കെ എടുക്കുന്ന സമയത്ത് എന്തെങ്കിലും ഇപ്പൊ സൂര്യ വെളിച്ചൊക്കെ തട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്നൊരു ഫ്ലാഷ് അടിച്ച് ഫീൽ ചെയ്യാറില്ലേ. അപ്പൊ നമുക്ക് അങ്ങനെ ഓർത്ത് വെച്ചേക്കാം, ഒരു പെട്ടെന്നൊരു ഫ്ലാഷ് അങ്ങ് വന്നു പോയില്ലേ. അത് കൂടുതൽ നേരം ഉണ്ടായിട്ടില്ല, കുറച്ച് നേരം പെട്ടെന്ന് സ്ട്രോങ് ആയിട്ട് വരികയും പെട്ടെന്ന് അത് എന്ത് ചെയ്തു, നിലയ്ക്കുകയും ചെയ്തു അല്ലേ. അപ്പൊ അങ്ങനെ തന്നെ ഓർത്ത് വെച്ചേക്കാം, എ ഫ്ലാഷ് അല്ലേ, ഒരു ഫ്ലാഷ് പെട്ടെന്ന് അടിച്ചങ്ങ് പോയി. അപ്പൊ എ ഫ്ലാഷ് ഇൻ ദ പാൻ എന്ന് പറഞ്ഞാൽ എന്താ? സംതിങ് ദാറ്റ് ഹാസ് എ സ്ട്രോങ് സ്റ്റാർട്ട് ബട്ട് ക്വിക്ക്ലി ഫെയിൽസ് അല്ലേ. പെട്ടെന്ന് സ്ട്രോങ് ആയിട്ട് വരികയും പെട്ടെന്ന് എന്ത് ചെയ്തു, അത് അവസാനിക്കുകയും ചെയ്തു. അപ്പൊ അങ്ങനെ ഓർത്ത് വെക്കാം. ഇനി അടുത്തത് ഗെറ്റ് ഇൻ ടു ഹോട്ട് വാട്ടർ. എന്താണ് ഗെറ്റ് ഇൻ ടു ഹോട്ട് വാട്ടർ അല്ലേ. എന്താണ് ഗെറ്റ് ഇൻ ടു ഹോട്ട് വാട്ടർ എന്ന ഇഡിയം കൊണ്ട് അർത്ഥമാക്കുന്നത്? ഇൻ ട്രബിൾ ആണ് അല്ലേ. അപ്പൊ എന്തെങ്കിലും ട്രബിൾ ആവുക, അതിന് നമ്മൾ എന്ത് പറയും? ഗെറ്റ് ഇൻ ടു ഹോട്ട് വാട്ടർ എന്ന് പറയാം. ഓക്കെ, അപ്പൊ എന്തെങ്കിലും ട്രബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ നമ്മൾ എന്താ പറയാ? ഗെറ്റ് ഇൻ ടു ഹോട്ട് വാട്ടർ എന്നാണ് അല്ലേ. അപ്പൊ സാധാരണ തണുത്ത വെള്ളമാണെങ്കിൽ വലിയ കുഴപ്പമില്ല അല്ലേ. ഹോട്ട് വാട്ടർ ആയി കഴിഞ്ഞാൽ എന്താ, ആകെ ട്രബിൾ ആവും അല്ലേ. അപ്പൊ അങ്ങനെ ജസ്റ്റ് കണക്ട് ചെയ്ത് വെക്കാം. ഇപ്പൊ ഹോട്ട് വാട്ടർ അല്ലേ, നല്ല ചൂടുവെള്ളമാണെങ്കിൽ എന്താണ്, ആകെ അങ്ങ് ട്രബിൾ ആവും. അപ്പൊ അങ്ങനെ ഓർത്ത് വെക്കാം, ഗെറ്റ് ഇൻ ടു ഹോട്ട് വാട്ടർ എന്താണ്? ഇൻ ട്രബിൾ. ഇനി അടുത്തത് ഹാൻഡ് ആൻഡ് ഗ്ലൗ ആണ് അല്ലേ. ഹാൻഡ് ആൻഡ് ഗ്ലൗ എന്ന് പറഞ്ഞാൽ എന്താ? ഹാൻഡ് ആൻഡ് ഗ്ലൗ എന്ന് പറഞ്ഞാൽ വെരി ഫ്രണ്ട്ലി അല്ലേ. ഇപ്പൊ ഹാൻഡ് ആൻഡ് ഗ്ലൗ എന്ന ഇഡിയം കൊണ്ട് എന്താ അർത്ഥമാക്കുന്നത്? വെരി ഫ്രണ്ട്ലി. ഇപ്പൊ വെരി ഫ്രണ്ട്ലി എങ്ങനെ ഓർത്ത് വെച്ചേക്കാം? ഹാൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ കൈയാണ് അല്ലേ. കൈ. ഗ്ലൗ എന്ന് പറഞ്ഞാൽ എന്താ? കൈയിടുന്ന കയ്യുറ എന്ന് പറയില്ലേ. അപ്പൊ ഹാൻഡും കൈയും അതുപോലെ തന്നെ കയ്യുറയും എന്താ, പരസ്പരം കൂടി ചേർന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? വളരെ ഫ്രണ്ട്ലി ആയിരിക്കും ഇവർ രണ്ടാളും അല്ലേ. അപ്പൊ ഹാൻഡും അതുപോലെ തന്നെ കൈയിന്റെ ഉറയും എങ്ങനെയാണ്? വളരെ ഫ്രണ്ട്ലി ആയിരിക്കും, എപ്പോഴും കൂടിയിരിക്കുകയല്ലേ ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഓർത്ത് വെച്ചേക്കാം, ഹാൻഡ് ആൻഡ് ഗ്ലൗ എന്ന് പറയുന്നത് വെരി ഫ്രണ്ട്ലി. ഓക്കെ, ദെൻ അടുത്തത് എ സ്റ്റോൺ ത്രോ. എന്താണ് എ സ്റ്റോൺ ത്രോ എന്ന് പറഞ്ഞ ഇഡിയം കൊണ്ട് അർത്ഥമാക്കുന്നത്? അറ്റ് എ ഷോർട്ട് ഡിസ്റ്റൻസ് ആണ് അല്ലേ. അറ്റ് എ ഷോർട്ട് ഡിസ്റ്റൻസ്. എ സ്റ്റോൺ ത്രോ എന്ന് പറഞ്ഞാൽ എന്താണ്? അറ്റ് എ ഷോർട്ട് ഡിസ്റ്റൻസ്. അപ്പൊ ഇവിടെ സ്റ്റോൺ അല്ലേ, നമുക്ക് എങ്ങനെ ഓർത്ത് വെക്കാം? ഇവിടെ സ്റ്റോൺ ഉണ്ട് അല്ലേ. സ്റ്റോൺ എന്ന് പറഞ്ഞാൽ എന്താ? കല്ലാണ് അല്ലേ. അപ്പൊ കല്ല്. സ്റ്റോൺ ത്രോ എന്ന് പറഞ്ഞാൽ എറിയ. അപ്പൊ കല്ലൊക്കെ എറിയുന്നത് വളരെ കുറഞ്ഞ ദൂരത്തേക്കാണ് എറിയാന്ന് ആലോചിക്കുക. അപ്പൊ സ്റ്റോൺ ത്രോ എന്ന് പറയുന്നത് ഷോർട്ട് ഡിസ്റ്റൻസ്. നമ്മൾ കല്ലൊക്കെ എറിയുമ്പോൾ അത് കുറഞ്ഞ ദൂരത്തേക്കാണ് എറിയാന്ന് ആലോചിച്ചാൽ മതി. അപ്പൊ സ്റ്റോൺ ത്രോ എന്ന് പറഞ്ഞാൽ എന്താണ്? അറ്റ് എ ഷോർട്ട് ഡിസ്റ്റൻസ്. ഇനി അടുത്തത് ലയൺ ഷെയർ ആണ് അല്ലേ. ലയൺസ് ഷെയർ എന്ന് പറഞ്ഞാൽ എന്താ? മേജർ പാർട്ട് ആണ് അല്ലേ. നമുക്കറിയാം ലയൺ ഷെയർ എന്ന് പറഞ്ഞാൽ എന്താ? മലയാളത്തില് സിംഹഭാഗമാണ് അല്ലേ. അപ്പൊ നമ്മൾ എന്തെങ്കിലും കാര്യം സിംഹഭാഗം എന്ന് പറഞ്ഞാൽ എന്താ? ഏറ്റവും കൂടിയ ഭാഗമാണ് അല്ലേ. അതായത് മേജർ പാർട്ടിനെയാണ് നമ്മൾ പറയുന്നത് ലയൺ ഷെയർ അല്ലെങ്കിൽ സിംഹഭാഗം എന്ന് പറയാം. അപ്പൊ സിംഹഭാഗം അല്ലെങ്കിൽ ലയൺ ഷെയർ എന്ന് പറഞ്ഞാൽ എന്താ? മേജർ പാർട്ട് ആണ് അല്ലേ. ഇവിടെ ലയൺ ആണ്, അതുകൊണ്ടാണ് ലയൺ ഷെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? സിംഹഭാഗമാണ്. അതായത് ഒരു കാര്യത്തിന്റെ മേജർ പാർട്ട്, ഭൂരിഭാഗവും എന്നൊരു അർത്ഥമാണ്. ഓക്കെ, അപ്പൊ എന്താ പറയാ? മേജർ പാർട്ട്. അപ്പൊ എന്തൊക്കെ ഇതുവരെ എടുത്ത കാര്യങ്ങൾ ഒന്നും കൂടി നമുക്ക് റിവൈസ് വരാം. റെഡ് ലെറ്റർ ഡേ അല്ലേ. റെഡ് ലെറ്റർ ഡേ എങ്ങനെ ഓർത്ത് വെച്ചത്? മെമ്മറബിൾ. നമ്മൾ മെമ്മറബിൾ ആയിട്ടുള്ള ഡേയും അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡേ ഒക്കെ എങ്ങനെയാണ്? റെഡ് കളർ കൊണ്ടാണ് മാർക്ക് ചെയ്യാറ്. അപ്പൊ അങ്ങനെ ഓർത്ത് വെച്ചേക്കാം.
എ ഫ്ലാഷ് ഇൻ ദ പാൻ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ഫ്ലാഷ് അല്ലേ, പെട്ടെന്ന് ഒരു ഫ്ലാഷ് വന്നിട്ട് അത് പെട്ടെന്ന് അങ്ങ് നിലച്ചു പോയി, അത്ര തന്നെയുള്ളൂ. സംതിങ് ദാറ്റ് ഹാസ് എ സ്ട്രോങ് സ്റ്റാർട്ട് ബട്ട് ക്വിക്ക്ലി ഫെയിൽസ്. ദെൻ അടുത്തത് ഗെറ്റ് ഇൻ ടു ഹോട്ട് വാട്ടർ അല്ലേ, ഹോട്ട് വാട്ടർ ആണ്, സാധാ വെള്ളമാണെങ്കിൽ കുഴപ്പമില്ല അല്ലേ, തണുത്ത വെള്ളമാണെങ്കിൽ കുഴപ്പമില്ല, ഹോട്ട് വാട്ടർ ആകുമ്പോൾ എന്താ, ഒരു ട്രബിൾ ആണ്. അപ്പൊ അങ്ങനെ ഓർത്ത് വെക്കാം. ഹാൻഡ് ആൻഡ് ഗ്ലൗ അല്ലേ, ഹാൻഡും ഗ്ലൗവും പരസ്പരം എന്താണ്, ഒട്ടിക്കിടക്കല്ലേ, അതുകൊണ്ട് വെരി ഫ്രണ്ട്ലി ആണ്. എ സ്റ്റോൺ ത്രോ അല്ലെ, സ്റ്റോൺ ത്രോ എന്ന് പറഞ്ഞാൽ കല്ല് എത്ര ദൂരത്തേക്കാണ്, വളരെ കുറഞ്ഞ ദൂരത്തേക്കാണ് എറിയുന്നത്. അപ്പൊ സ്റ്റോൺ ത്രോ എന്ന ഇടിയം കൊണ്ട് എന്താ അർത്ഥമാക്കുന്നത്, അറ്റ് എ ഷോർട്ട് ഡിസ്റ്റൻസ്. ലയൺ ഷെയർ അല്ലെ, ലയൺ ഷെയർ എന്ന് പറഞ്ഞാൽ എന്താ, മേജർ പാർട്ട് ആണ്, അതായത് സിംഹഭാഗം എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഭാഗമാണ് അതില്ലേ. അപ്പൊ അതുകൊണ്ട് സിംഹഭാഗം അല്ലെങ്കിൽ ലയൺ ഷെയർ എന്ന് പറയുന്നത് എന്തിനെയാണ്, മേജർ പാർട്ടിനെയാണ്. ഇനി അടുത്തത് നോക്കാം. അടുത്തത് തിങ്ക് ഓൺ യുവർ ഫീറ്റ് അല്ലെ, തിങ്ക് ഓൺ യുവർ ഫീറ്റ് എന്ന ഇടിയം കൊണ്ട് എന്താ അർത്ഥമാക്കുന്നത്, ടു മേക്ക് എ ക്വിക്ക് ഡിസിഷൻ അല്ലെ, അതായത് എന്തെങ്കിലും ഒരു കാര്യം പെട്ടെന്ന് തീരുമാനം എടുക്കുന്നതിനെ നമ്മൾ എന്ത് ഇടിയം കൊണ്ടാ പറയാ, തിങ്ക് ഓൺ യുവർ ഫീറ്റ് അല്ലെ, തിങ്ക് ഓൺ യുവർ ഫീറ്റ്, കാലുകൊണ്ട് ആലോചിക്കുക അല്ലെ, ഒട്ടും ഒരു ബന്ധമില്ലാത്ത ഇടിയമാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ സാധാരണ ആലോചിക്കുന്നതിൽ നിന്ന് മാറിയിട്ട് നിങ്ങൾ കാല് വെച്ചൊക്കെ ഒന്ന് ആലോചിച്ച് നോക്ക്, എന്താ പെട്ടെന്ന് നമുക്ക് അതിൽ തീരുമാനം എടുക്കാൻ പറ്റും. അങ്ങനെയൊക്കെ ജസ്റ്റ് ഓർത്ത് വെക്കാം. തിങ്ക് ഓൺ യുവർ ഫീറ്റ് അല്ലെ, നമ്മൾ കാലും കൊണ്ട് ഇങ്ങനെ കാലും തലയ്ക്ക് വെച്ച് ആലോചിച്ചാൽ മതി. അപ്പൊ എന്താണ്, ഒരു കാര്യം നമുക്ക് പെട്ടെന്ന് തീരുമാനം എടുക്കാൻ പറ്റും എന്നൊക്കെ എന്ത് ചെയ്യാം, ഒന്ന് കണക്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പൊ തിങ്ക് ഓൺ യുവർ ഫീറ്റ് എന്ന ഇടിയം കൊണ്ട് എന്താ അർത്ഥമാക്കുന്നത്, ടു മേക്ക് എ ക്വിക്ക് ഡിസിഷൻ, എന്തെങ്കിലും ഒരു കാര്യം പെട്ടെന്ന് തീരുമാനം എടുക്കുന്നതിനെയാണ് തിങ്ക് ഓൺ യുവർ ഫീറ്റ് എന്ന് പറയാം. അടുത്തത് സ്റ്റീൽ സംവൺസ് തണ്ടർ. എന്താണ് സ്റ്റീൽ സംവൺസ് തണ്ടർ എന്ന് പറഞ്ഞാൽ അല്ലെ, ഒരാളുടെ തണ്ടർ മോഷ്ടിക്കുക. തണ്ടർ എന്ന് പറഞ്ഞാൽ എന്താ, ഇടിയാണ് അല്ലെ, പക്ഷെ ഒട്ടും ബന്ധമില്ലാത്തതാണ്, ജസ്റ്റ് ഇങ്ങനെ കണക്ട് ചെയ്ത് വെക്കുക. സ്റ്റീൽ സംവൺസ് തണ്ടർ എന്ന് പറയുന്നതിനെ ടു ടേക്ക് ദ ക്രെഡിറ്റ് ഫോർ സംതിങ് സംവൺ എൽസ് ഡിഡ്, അതായത് ഒരാൾ ചെയ്ത കാര്യം അല്ലെ, ഒരാൾ ചെയ്ത കാര്യത്തിന്റെ ക്രെഡിറ്റ് മറ്റൊരാൾ തട്ടിയെടുക്കുന്നതിനെയാണ് എന്ത് ഇടിയം കൊണ്ട് പറയാം, സ്റ്റീല് സംവൺസ് തണ്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഒരാൾ എന്തെങ്കിലും ഒരു കാര്യം, നല്ല കാര്യം ചെയ്തിട്ടുണ്ടാവും, ആ കാര്യത്തിന്റെ ക്രെഡിറ്റ് ആരാണ്, വേറൊരാൾ അത് തട്ടിയെടുക്കാം, അതിനെയാണ് എന്ത് ഇടിയം കൊണ്ട് പറയാ, സ്റ്റീല് സംവൺസ് തണ്ടർ അല്ലെ. സ്റ്റീൽ എന്ന് പറഞ്ഞാൽ എന്താ, മോഷ്ടിക്കുക അല്ലെ. അപ്പൊ അവിടെ മോഷ്ടിക്കാൻ അങ്ങനെ ആലോചിച്ചാൽ മതി, ഒരാൾ ചെയ്ത കാര്യം അതെന്ത് ചെയ്യുക, അതിന്റെ ക്രെഡിറ്റ് മോഷ്ടിക്കുക, അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. സ്റ്റീൽ എന്ന് പറഞ്ഞാൽ എന്താണ്, മോഷ്ടിക്കുക എന്നാണ്. സ്റ്റീല് സംവൺസ് തണ്ടർ എന്ന് പറഞ്ഞാൽ എന്താ, ടു ടേക്ക് ദ ക്രെഡിറ്റ് ഫോർ സംതിങ് സംവൺ എൽസ് ഡിഡ്, ഒരാൾ ചെയ്ത കാര്യത്തിന്റെ ക്രെഡിറ്റ് മറ്റൊരാൾ തട്ടിയെടുക്കുന്നതിനെയാണ് സ്റ്റീല് സംവൺസ് തണ്ടർ എന്ന് പറയാം. അടുത്തത് എ ബോൾട്ട് ഫ്രം ദി ബ്ലൂ. എ ബോൾട്ട് ഫ്രം ദി ബ്ലൂ എന്ന ഇടിയം കൊണ്ട് എന്താ അർത്ഥമാക്കുന്നത്, അൺഎക്സ്പെക്റ്റഡ് ഇൻസിഡന്റ് അല്ലെ, അതായത് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം അല്ലെ, ഒട്ടും പ്രതീക്ഷിക്കാത്ത അല്ലെങ്കിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു കാര്യം നടന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ഇടിയം കൊണ്ടാ പറയേണ്ടത്, എ ബോൾട്ട് ഫ്രം ദി ബ്ലൂ എന്ന ഇടിയം കൊണ്ടാണ് പറയേണ്ടത്. ഓക്കെ, അൺഎക്സ്പെക്റ്റഡ് ഇൻസിഡന്റ് അല്ലെ, അല്ലെങ്കിൽ ഈവന്റ്, അതായത് എന്തെങ്കിലും ഒരു കാര്യം ഒരു ഒട്ടും പ്രതീക്ഷിക്കാതെ നടക്കുക, അല്ലെങ്കിൽ അപ്രതീക്ഷിതമായിട്ട് എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമല്ലോ നമ്മുടെ ജീവിതത്തിൽ, അതിന് നമ്മൾ എന്ത് ഇടിയം കൊണ്ടാ പറയേണ്ടത്, എ ബോൾട്ട് ഫ്രം ദി ബ്ലൂ എന്നല്ലേ. നമുക്ക് എങ്ങനെ ഓർത്ത് വെച്ചേക്കാം, ഒരു ബോൾട്ട് അല്ലേ എവിടുന്നാ വരുന്നത്, ബ്ലൂവിൽ നിന്നാണ്, അങ്ങനെ ഓർത്ത് വെക്കാം. പെട്ടെന്ന് എന്ത് ചെയ്തു, ഒരു ബോൾട്ട് ബ്ലൂവിൽ നിന്ന് വന്നു, അത് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമായിരുന്നു. അപ്പൊ ബ്ലൂവിൽ നിന്ന് പെട്ടെന്ന് ഒരു ബോൾട്ട് വന്നത് എന്താണ്, നമ്മളെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് വന്നതാണ്, അതുകൊണ്ട് അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു അല്ലെ, അല്ലെങ്കിൽ എന്താണ്, ഒട്ടും അപ്രതീക്ഷിതമായിട്ട് നടന്നൊരു കാര്യമായിരുന്നു. ഒന്നെങ്കിൽ അപ്രതീക്ഷിതമായിട്ട് നടന്നൊരു കാര്യം, അല്ലെങ്കിൽ എന്താണ്, ഒട്ടും നമ്മൾ വിചാരിക്കാത്തൊരു നടന്നൊരു കാര്യമാണ്. അതിന് നമ്മൾ എന്ത് പറയും, എ ബോൾട്ട് ഫ്രം ദി ബ്ലൂ അല്ലെ, ഒരു ബോൾട്ട് പെട്ടെന്ന് എന്ത് ചെയ്തു, ഒരു ബ്ലൂവിൽ നിന്ന് വന്നു എന്ന് ഓർത്ത് വെച്ചാൽ മതി. അടുത്തത് ഓവർ ദി മൂൺ അല്ലെ. ഓവർ ദി മൂൺ എന്ന് പറഞ്ഞാൽ എന്താ, എക്സ്ട്രീംലി ഹാപ്പി അല്ലെ, ചോദിക്കാറുള്ളതാണ്. ഓവർ ദി മൂൺ എന്ന് പറഞ്ഞാൽ എന്താണ്, മൂൺ എന്ന് പറഞ്ഞാൽ എന്താ, മൂൺ എന്ന് പറഞ്ഞാൽ ചന്ദ്രനാണ് അല്ലെ. ഓവർ ദി മൂൺ എന്ന് പറഞ്ഞാൽ ചന്ദ്രനിലും മുകളിൽ. അപ്പൊ എക്സ്ട്രീംലി ഹാപ്പി നമുക്ക് എങ്ങനെ ഓർത്ത് വെച്ചേക്കാം, ഇപ്പൊ ചന്ദ്രൻ അല്ലെ, ചന്ദ്രന് ഓവറായി കഴിഞ്ഞാൽ, ഇപ്പൊ ചന്ദ്രന് കുടിച്ച് ഓവറായി കഴിഞ്ഞാൽ എന്തായിരിക്കും, ഭയങ്കര ഹാപ്പി ആയിരിക്കും, അങ്ങനെ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. എക്സ്ട്രീംലി ഹാപ്പി ആയിരിക്കും അല്ലെ, സാധാരണ നിൽക്കുന്നതിനേക്കാളും കൂടുതൽ ഹാപ്പി ആയിട്ടായിരിക്കും പെരുമാറുക. അപ്പൊ ഓവർ ദി മൂൺ അല്ലെ, ഓവർ ദി മൂൺ എന്ന് പറഞ്ഞാൽ മൂൺ എന്താണ്, ചന്ദ്രനാണ്. അപ്പൊ ചന്ദ്രൻ ഓവറായി കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും, എക്സ്ട്രീംലി ഹാപ്പി ആയിരിക്കും, ഭയങ്കര സന്തോഷമായിരിക്കും. അപ്പൊ അങ്ങനെ ഓർത്ത് വെച്ചേക്കുക. അടുത്തത് സ്മെൽ എ റാറ്റ് അല്ലെ. സ്മെൽ എ റാറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, സസ്പെക്ട് ദാറ്റ് സംതിങ് ഈസ് റോങ് അല്ലെ, എന്തെങ്കിലും കാര്യം നമുക്ക് ഒരു അപകട സൂചന നമുക്ക് മണക്കുക എന്നൊക്കെ പറയില്ലേ, എന്തെങ്കിലും റോങ് ആയിട്ടൊരു കാര്യം നടക്കാൻ പോവാന്നൊരു സൂചന കിട്ടുമല്ലോ, അതിനെയാണ് സ്മെൽ എ റാറ്റ് എന്ന് പറയാം. ഓക്കെ, എന്താണ് സ്മെൽ എ റാറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, സസ്പെക്ട് ദാറ്റ് സംതിങ് ഈസ് റോങ് അല്ലെ, എന്തെങ്കിലും ഒരു കാര്യം എന്തോ ഒരു കാര്യം നടക്കാൻ പോവാണ്, അത് നമുക്കൊരു സസ്പെക്ട് ചെയ്യുക അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പ് തരിക.
അപ്പൊ നമുക്കറിയാം സ്മെല്ല് അല്ലേ. ഇപ്പൊ എലി, റാറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, എലിയാണ് അല്ലേ. അപ്പൊ എലീനെ എങ്ങനെ മണക്കുന്നത് ആരായിരിക്കും? പൂച്ചയായിരിക്കും അല്ലേ. ഇപ്പൊ അടുക്കളയിലൊക്കെ വന്നു കഴിഞ്ഞാൽ പൂച്ച അങ്ങനെ നോക്കും അല്ലെ, എവിടെയോ എലീന്റെ ഒരു മണം അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ എലിക്ക് മനസ്സിലാവും സസ്പെക്ട് ദാറ്റ് സംതിങ് ഈസ് റോങ് അല്ലെ, എന്തോ ഒരു കാര്യം ഇവിടെ നടക്കാൻ പോകുന്നുണ്ട് എന്ന് ആർക്ക് മനസ്സിലാവും? റാറ്റിന് മനസ്സിലാവും. അപ്പൊ അങ്ങനെ ജസ്റ്റ് ഓർത്ത് വെക്കുക, സ്മെൽ എ റാറ്റ് അല്ലെ. സ്മെൽ എ റാറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സസ്പെക്ട് ദാറ്റ് സംതിങ് ഈസ് റോങ്. അടുത്തത് ഗോ ടു ദ ഡോഗ്സ് അല്ലെ. ഗോ ടു ദ ഡോഗ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ബി റെയിൻഡ് അല്ലെ. ബി റെയിൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? നശിക്കാറാവും അല്ലെ. ഇപ്പൊ എന്തെങ്കിലും കാര്യം നമ്മള് ഇപ്പൊ രാജ്യമൊക്കെ നശിക്കാറായി എന്നൊക്കെ പറയുന്നത് ഗോ ടു ദ ഡോഗ്സ് എന്ന ഇഡിയം കൊണ്ടാണ് പറയാറ്. അപ്പൊ ഗോ ടു ദ ഡോഗ്സ് അല്ലെ. ഗോ ടു ദ ഡോഗ്സ് എന്ന് പറയുന്നത് എന്തിനാണ്? ടു ബി റെയിൻഡ് അല്ലെ. റെയിൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നശിക്കാറാവുക. ഓക്കെ, അപ്പൊ അതിനെയാണ് ഗോ ടു ദ ഡോഗ്സ് എന്ന ഇഡിയം കൊണ്ട് സൂചിപ്പിക്കുന്നത്. അടുത്തത് സെൽ ഫോർ എ സോങ്. സെൽ ഫോർ എ സോങ് അല്ലെ. ഒരു പാട്ട് വിൽക്കാനുണ്ട്. എന്താണ്, എന്ത് ആ ഒരു ഇഡിയം കൊണ്ട് എന്താ അർത്ഥമാക്കുന്നത്? അറ്റ് എ വെരി ലോ പ്രൈസ് അല്ലെ. എന്തെങ്കിലും കാര്യം അതിന് വളരെ വില കുറവാണെങ്കിൽ നമ്മൾ എന്ത് ഇഡിയം കൊണ്ടാ പറയാറ്? സെൽ ഫോർ എ സോങ് അല്ലെ. സെൽ ഫോർ എ സോങ്. അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. പലപ്പോഴും നമുക്കറിയാം ഇഡിയമും അതിന്റെ അർത്ഥവും ശരിക്കുള്ള അർത്ഥവും തമ്മിൽ ഒരു ബന്ധവും ഉണ്ടാവില്ല. പക്ഷെ നമുക്ക് അങ്ങനെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെറിയ ചെറിയ കോഡുകളൊക്കെ വെച്ചിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ അങ്ങനെ മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ സെൽ ഫോർ എ സോങ് അല്ലെ. സെൽ ഫോർ എ സോങ് എന്ന ഇഡിയം കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? അറ്റ് എ വെരി ലോ പ്രൈസ്. നമുക്ക് എങ്ങനെ അത് ഓർത്തെടുക്കാം? ഇപ്പൊ നമുക്കറിയില്ലേ, റോട്ടിലൂടെ ഒക്കെ പോകുന്ന സമയത്ത് ഇങ്ങനെ വഴിയോരത്തൊക്കെ ഇങ്ങനെ ആൾക്കാർ പാട്ട് പാടിയിട്ടൊക്കെ പൈസ ഒക്കെ ഉണ്ടാക്കാറുണ്ടല്ലോ. പാവപ്പെട്ട ആൾക്കാരൊക്കെ എന്ത് ചെയ്യും അല്ലെ, പൈസക്ക് വേണ്ടിയിട്ട് പാട്ടൊക്കെ പാടിയിട്ട് അവരിങ്ങനെ ചെറിയൊരു സംഭാവന പെട്ടി കിട്ടിട്ട് അവിടെ ഇരിക്കുന്നുണ്ടാവും. അപ്പൊ നമുക്ക് ആലോചിക്കാം അല്ലെ, ആ പാട്ടൊക്കെ എന്താ വളരെ ലോ പ്രൈസിലായിരിക്കും പാടുന്നുണ്ടാവും അല്ലെ. നമുക്ക് പൈസ അങ്ങനെ ആൾക്കാർ വലിയ പൈസ ഒന്നും ഇട്ട് കൊടുക്കില്ലല്ലോ, വളരെ കുറഞ്ഞ തുച്ഛമായിട്ടുള്ള പൈസ അല്ലേ അവർക്ക് ഇട്ട് കൊടുക്കുള്ളൂ. അപ്പൊ അങ്ങനെ ആലോചിക്കാം, സെല്ല് ഫോർ എ സോങ് അല്ലെ. അവിടെ പാടുന്നത് എങ്ങനെയാണ്, അവിടെ പാട്ട് എങ്ങനെയാണ് സെല്ല് ചെയ്യുന്നത്? വളരെ ലോ പ്രൈസിലാണ്. ഓർത്ത് വെച്ചേക്കുക, സെല്ല് ഫോർ എ സോങ് എന്ന് പറയുന്നത് അറ്റ് എ വെരി ലോ പ്രൈസ്. ഓക്കെ, അടുത്തത് ഹിറ്റ് ദ നെയിൽ ഓൺ ദി ഹെഡ് അല്ലെ. ഹിറ്റ് ദി നെയിൽ ഓൺ ദി ഹെഡ് എന്താ അർത്ഥമാക്കുന്നത്? സെയ്ഡ് എക്സാക്ട്ലി ദ റൈറ്റ് തിങ്. അതായത് ഒരു കാര്യം തുറന്നടിച്ച് പറയാം. സെയ്ഡ് എക്സാക്ട്ലി ദ റൈറ്റ് തിങ് അല്ലെ. അതിന്റെ യഥാർത്ഥ കാര്യം അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ ഒട്ടും മറച്ചു വെക്കാതെ തുറന്നടിച്ച് പറയുമല്ലോ, അതിന് നമ്മൾ പറയുന്നത് ഹിറ്റ് ദ നെയിൽ ഓൺ ദി ഹെഡ് അല്ലെ. തലക്കടിയേറ്റ പോലെ എന്നൊക്കെ നമ്മൾ പറയൂലേ. അപ്പൊ അങ്ങനെ ആലോചിച്ചാൽ മതി. ഹിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? ഹിറ്റ് ദി നെയിൽ എന്ന് പറഞ്ഞാൽ നേരെ തലക്കടിച്ച പോലെ അല്ലെ. തലക്ക് ഓൺ ദി ഹെഡ് എന്ന് പറഞ്ഞാൽ എന്താ? തലക്കടിച്ചതുപോലെ എന്നാണ്. അതായത് ചില കാര്യം കേട്ടാൽ നമ്മൾ ആകെ തലക്കടിച്ച പോലെ ആയി എന്നൊക്കെ പറയില്ലേ. അതായത് എന്തെങ്കിലും ഒരു കാര്യം ഡയറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഉള്ളു തുറന്നങ്ങ് പറയുക, അതിനെയാണ് എന്ത് പറയുന്നത്? ഹിറ്റ് ദി നെയിൽ ഓൺ ദി ഹെഡ് എന്ന് പറയുന്നത്. ഓക്കെ, തലയ്ക്ക് പെട്ടെന്ന് അടി കിട്ടിയ പോലെ ആയിരിക്കും പല കാര്യങ്ങൾ പറയല്ലേ. എന്തെങ്കിലും നമുക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള എന്തെങ്കിലും സംഭവങ്ങളൊക്കെ നമ്മളോട് പറയേണ്ടത് കുറച്ച് വളഞ്ഞു തിരിഞ്ഞിട്ടൊക്കെ പറയണം. പക്ഷെ ചില കാര്യങ്ങൾ പെട്ടെന്ന് ഒറ്റയടിക്ക് മുഖത്തടിച്ച പോലെ പറഞ്ഞു കഴിഞ്ഞാൽ ആകെ നമുക്ക് തലക്കടിയേറ്റ പോലെയാവും. അപ്പൊ അങ്ങനെ ഓർത്ത് വെച്ചേക്കുക, ഹിറ്റ് ദി നെയിൽ ഓൺ ദി ഹെഡ് എന്ന് പറഞ്ഞാൽ എന്താ? സെയ്ഡ് എക്സാക്ട്ലി ദ റൈറ്റ് തിങ്. ഓക്കെ, അപ്പൊ ഇത്ര എടുത്ത കാര്യങ്ങൾ ഒന്നുകൂടി നോക്കാം. ലയൺ ഷെയർ പറഞ്ഞു അല്ലെ, മേജർ പാർട്ടാന്ന് പറഞ്ഞു. തിങ്ക് ഓൺ യുവർ ഫീറ്റ്. തിങ്ക് ഓൺ യുവർ ഫീറ്റ് എന്താണ്? കാലുകൊണ്ട് ആലോചിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉത്തരം കിട്ടൂലേ. ടു മേക്ക് എ ക്വിക്ക് ഡിസിഷൻ, പെട്ടെന്ന് തീരുമാനം എടുക്കാൻ പറ്റും. സ്റ്റീൽ സംവൺസ് തണ്ടർ എന്താണ്? ഒരാളുടേത് മോഷ്ടിക്കുന്നത്. എന്താ മോഷ്ടിക്കുന്നത്? ടു ടേക്ക് ദ ക്രെഡിറ്റ് ഫോർ സംതിങ് സംവൺ എൽസ് ഡിഡ് അല്ലെ. അതായത് ഒരാൾ ചെയ്ത കാര്യത്തിന്റെ ക്രെഡിറ്റ് മോഷ്ടിക്കുന്നതിനെയാണ് സ്റ്റീൽ സംവൺസ് തണ്ടർ എന്ന് പറയുന്നത്. എ ബോൾട്ട് ഫ്രം ദി ബ്ലൂ അല്ലെ. എന്താ അർത്ഥമാക്കുന്നത്? അൺഎക്സ്പെക്റ്റഡ് ഈവന്റ് ആണ് അല്ലെ. അതായത് ഒട്ടും അപ്രതീക്ഷിതമായ ഒരു കാര്യം. നമ്മൾ പറഞ്ഞു അല്ലെ, ഒരു ബോൾട്ട് പെട്ടെന്ന് ഒരു ബ്ലൂവിൽ നിന്ന് വന്നത് ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കാര്യമായിരുന്നു. അങ്ങനെ ഓർത്ത് വെക്കാം. ഓവർ ദി മൂൺ അല്ലെ. ഓവർ ദി മൂൺ, ചന്ദ്രൻ ഓവർ ആയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? എക്സ്ട്രീംലി ഹാപ്പി ആയിരിക്കും. സ്മെൽ എ റാറ്റ് അല്ലെ. റാറ്റ്, ഇപ്പൊ പൂച്ച എന്തിനാ മണക്കുന്നത്? പൂച്ച ഇവിടെ എലി ഉണ്ടോ എന്ന് ഇങ്ങനെ മണത്ത് നോക്കുകയാണ്. അപ്പൊ എലിക്ക് മനസ്സിലാവും സസ്പെക്ട് ദാറ്റ് സംതിങ് ഈസ് റോങ് അല്ലെ. എന്തോ റോങ് ആയിട്ട് നടക്കാൻ പോകുന്നുണ്ടെന്ന് ആർക്ക് മനസ്സിലാവും? റാറ്റിന് മനസ്സിലാവും. അങ്ങനെ ഓർത്ത് വെക്കാം. ഗോ ടു ദ ഡോഗ്സ് എന്താ അർത്ഥമാക്കുന്നത്? ബി റെയിൻഡ് അല്ലെ. നശിക്കാറാവുക എന്ന ഇഡിയമാണ് എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഗോ ടു ദി ഡോഗ്സ് കൊണ്ട് അർത്ഥമാക്കുന്നത്. സെൽ ഫോർ എ സോങ് അല്ലെ. സെൽ ഫോർ എ സോങ് എന്ന് പറഞ്ഞാൽ എന്താ? സെൽ ഫോർ എ സോങ് എന്ന് പറഞ്ഞാൽ ഇവിടെ സോങ് അല്ലെ, പാട്ടൊക്കെ വിൽക്കുന്നത് എങ്ങനെയാണ്? അറ്റ് എ വെരി ലോ പ്രൈസ് അല്ലെ. വളരെ കുറഞ്ഞ പ്രൈസിനാണെന്ന് ആലോചിക്കുക. അപ്പൊ വഴിയോരത്ത് ഇങ്ങനെ ആൾക്കാർ പാടുന്നതൊക്കെ വളരെ കുറഞ്ഞ പ്രൈസിനാണ് അവർ ആ പാടുന്നതെന്ന് കണക്ട് ചെയ്ത് വെക്കാം. ഹിറ്റ് ദി നെയിൽ ഓൺ ദി ഹെഡ് അല്ലെ. തലക്കടിയേറ്റതുപോലെ എപ്പോഴാണ് സംഭവിക്കുന്നത്? എന്തെങ്കിലും ഒരു കാര്യം തുറന്നടിച്ച് പറയാ അല്ലെങ്കിൽ മുഖത്തടിച്ച് പറയാന്നൊക്കെ പറയുമല്ലോ, അതിനെയാണ് ഹിറ്റ് ദി നെയിൽ ഓൺ ദി ഹെഡ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ബാഗ് ആൻഡ് ബഗേജ് അല്ലെ. ബാഗ് ആൻഡ് ബഗേജ് എന്ന് പറഞ്ഞാൽ എന്താ?
കംപ്ലീറ്റ്ലി. എന്താണ്? അതായത് എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ മുഴുവനായിട്ടും അല്ലെ കംപ്ലീറ്റ് ആയിട്ട് എടുക്കുന്നതിനെ നമ്മൾ എന്ത് പറയും? ബാഗ് ആൻഡ് ബഗേജ് അല്ലെ. ബാഗും ഉണ്ട് ബഗേജും ഉണ്ടെന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇപ്പൊ ബാഗും ഉണ്ട് അതിന്റെ കൂടെ ഒരു ബഗേജും, അതായത് കംപ്ലീറ്റ്ലി ഒരു കാര്യം കംപ്ലീറ്റ് ആവുക അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് നമ്മൾ എന്തെങ്കിലും കാര്യം എടുക്കുന്നതിന് നമ്മൾ എന്ത് പറയും? ബാഗ് ആൻഡ് ബഗേജ് എന്ന് പറയും. അടുത്തത് ഓൺ ദി ഫെൻസ് അല്ലെ. ഓൺ ദി ഫെൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഓൺ ദി ഫെൻസ് സംതിങ് യെറ്റ് ടു ബി ഡിസൈഡഡ് അല്ലെ. അതായത് ഓൺ ദി ഫെൻസ് എന്ന് പറയുമ്പോൾ ഫെൻസ് എന്ന് പറഞ്ഞാൽ എന്താ? വേലിയാണ്. ഓക്കെ, അപ്പൊ ഫെൻസ് എന്ന് പറഞ്ഞാൽ വേലിയാണ് അല്ലെ. അപ്പൊ വേലിന്റെ അവിടെ നിൽക്കുക, അതൊരു അർത്ഥം എന്താണ്? സംതിങ് യെറ്റ് ടു ബി ഡിസൈഡ് അല്ലെ. അതായത് എന്തെങ്കിലും ഒരു കാര്യം ഇപ്പോഴും തീരുമാനം എടുക്കാതെ നിൽക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓൺ ദി ഫെൻസ് എന്ന ഇഡിയം കൊണ്ട് പറയാം. ഓക്കെ, അപ്പൊ ഓൺ ദി ഫെൻസ് എന്ന് പറഞ്ഞ ഇഡിയം കൊണ്ട് എന്താ അർത്ഥമാക്കുന്നത്? സംതിങ് യെറ്റ് ടു ബി ഡിസൈഡ്, ഒരു കാര്യം ഇപ്പോഴും തീരുമാനം എടുക്കാതെ നിൽക്കുന്നതിനെ നമ്മൾ എന്ത് പറയും? ഓൺ ദി ഫെൻസ് എന്ന് കൊണ്ട് പറയും. അപ്പൊ അത് ഓർത്തിരിക്കാൻ എളുപ്പമാണ്. ഇപ്പൊ നമ്മൾ ഫെൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വേലിയാണെന്ന് പറഞ്ഞു അല്ലേ. ഫെൻസ് എന്ന് പറഞ്ഞാൽ എന്താ മലയാളം മീനിങ്? വേലി അല്ലേ. ഇപ്പൊ വേലിന്റെ അവിടെ നിൽക്കുക, അങ്ങോട്ടേക്ക് വേലി കടന്ന് അങ്ങോട്ടും പോകണില്ല, വേലി കടന്നിട്ട് ഇങ്ങോട്ടേക്കും വരണില്ല, ആ വേലിന്റെ അവിടെ തന്നെ നിൽക്കുകയാണ് അല്ലേ. അതായത് അതിന് അങ്ങോട്ട് പോകണമെന്നോ അല്ലെങ്കിൽ ഇങ്ങോട്ടേക്ക് വരണമെന്നോ തീരുമാനം എടുക്കാൻ ഇപ്പോഴും പറ്റിയിട്ടില്ല. അപ്പൊ ഇതും PSC ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുള്ളതാണ്, പഠിച്ചു വെച്ചേക്കണം. ഓൺ ദി ഫെൻസ് അല്ലെ, വേലിന്റെ അവിടെ തന്നെയാണ് നിൽക്കുന്നത്, അങ്ങോട്ടും പോയിട്ടില്ല ഇങ്ങോട്ടും പോയിട്ടില്ല, അതായത് ഒന്നിലും തീരുമാനം എടുക്കാൻ പറ്റാതെ അവിടെ തന്നെ അങ്ങ് നിൽക്കുകയാണ്. സംതിങ് യെറ്റ് ടു ബി ഡിസൈഡഡ്. അടുത്തത് ബ്രേക്ക് എ ലെഗ്. ബ്രേക്ക് എ ലെഗ് അല്ലെ, സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. ബ്രേക്ക് എ ലെഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഒട്ടും ബന്ധമില്ലാത്തൊരു ഇഡിയമാണ് അല്ലെ. ബ്രേക്ക് എ ലെഗ് എന്ന് പറഞ്ഞാൽ ടു വിഷ് ഗുഡ് ലക്ക് അല്ലെ. നമ്മൾ ആർക്കെങ്കിലും ഗുഡ് ലക്ക് വിഷ് ചെയ്യുന്നതിനെ നമ്മൾ എന്ത് ഇഡിയം കൊണ്ടാ പറയാ? ബ്രേക്ക് എ ലെഗ് അല്ലെ. ഇപ്പൊ നിങ്ങളൊക്കെ PSC പരീക്ഷയ്ക്ക് പോകുന്ന സമയത്ത് ആരെങ്കിലും നിങ്ങളോട് പറയാണ് ബ്രേക്ക് എ ലെഗ് എന്ന് പറഞ്ഞാൽ അറിയാത്ത ആൾക്കാർ എന്ത് വിചാരിക്കും അല്ലെ? എന്റെ കൈയും കാലും തല്ലി ഒടിക്കാൻ പോവാണെന്ന് ചിന്തിക്കും. പക്ഷെ എന്താണ് അയാൾ പറഞ്ഞിട്ടുള്ളത്? ഒരു ഗുഡ് ലക്ക് വിഷ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഓർത്ത് വെച്ചേക്കുക, ബ്രേക്ക് എ ലെഗ് എന്ന ഇഡിയം കൊണ്ട് എന്താ അർത്ഥമാക്കുന്നത്? ടു വിഷ് ഗുഡ് ലക്ക്, ഒരു ഗുഡ് ലക്ക് അവിടെ വിഷ് ചെയ്യുക. അടുത്തത് ഹേർട്ട് ആൻഡ് സോൾ അല്ലെ. ഹേർട്ട് ആൻഡ് സോൾ എന്ന് പറഞ്ഞാൽ എന്താ? ഹേർട്ട് ആൻഡ് സോൾ എന്ന് പറഞ്ഞാൽ ഹൃദയവും ആത്മാവും എന്നൊക്കെ പറഞ്ഞാൽ എന്താ? എൻറ്റയർലി ആണ് അല്ലെ. നമ്മൾ പറയില്ലേ നമ്മുടെ ഹൃദയവും ആത്മാവും ഒക്കെ നീയാണെന്ന് പറഞ്ഞാൽ എന്താ? മൊത്തത്തില്, അതായത് എൻറ്റയർലി എന്നൊരു അർത്ഥമാണ് വരുന്നത്. ഓക്കെ, അപ്പൊ ചോദിക്കും ഹേർട്ട് ആൻഡ് സോൾ എന്ന ഇഡിയം കൊണ്ട് എന്താ അർത്ഥമാക്കുന്നത്? എൻറ്റയർലി. ഓർത്ത് വെച്ചേക്കുക, ഹേർട്ട് ആൻഡ് സോൾ, നമ്മുടെ ഹൃദയവും ആത്മാവും ഒക്കെ നീയാണ് എന്ന് പറയുമ്പോൾ എന്താണ്? എൻറ്റയർലി, മൊത്തത്തിൽ അല്ലെ, എന്റെ മൊത്തത്തിൽ നീയാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തത് മദർ വിറ്റ് ആണ്. മദർ വിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നാച്ചുറൽ കോമൺ സെൻസ് ആണ് അല്ലെ. അപ്പൊ മദർ വിറ്റ് എന്ന ഇഡിയം കൊണ്ട് എന്താ അർത്ഥമാക്കുന്നത്? നാച്ചുറൽ കോമൺ സെൻസ് അല്ലെ. അതായത് നാച്ചുറൽ ആയിട്ടുള്ള കോമൺ സെൻസിനെയാണ് നമ്മൾ മദർ വിറ്റ് എന്ന ഇഡിയം കൊണ്ട് അർത്ഥമാക്കുന്നത്. നമുക്കറിയാലേ വിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ നമ്മുടെ നാട്ടിലൊക്കെ വിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമഡിക്കാണ് പറയല്ലേ. അയാൾ വിറ്റടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമഡി പറയുന്നതിനെയാണ് വിറ്റ് എന്ന് പറയാം അല്ലെ. ഇപ്പൊ ഇവിടെ മദർ വിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ അല്ലെ? മദർ എന്ന് പറഞ്ഞാൽ നമ്മുടെ അമ്മമാരാണ് അല്ലെ. അപ്പൊ അമ്മയുടെ വിറ്റ് എന്ന് പറഞ്ഞാൽ അല്ലെ, അമ്മമാരുടെ വിറ്റുകൾ അല്ലെങ്കിൽ അവരുടെ തമാശ എന്ന് പറയുന്നതൊക്കെ എന്താ? ഒരു നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും അല്ലെ. നാച്ചുറൽ കോമൺ സെൻസ് വെച്ചുകൊണ്ടായിരിക്കും അവർ പറയുക. അപ്പൊ അങ്ങനെ തന്നെ ഓർത്ത് വെച്ചേക്കുക, മദർ വിറ്റ് അല്ലെ. മദർ വിറ്റ്, മദർ അമ്മയുടെ വിറ്റുകൾ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അമ്മയുടെ കോമഡികൾ എന്ന് പറഞ്ഞാൽ എന്താ? നാച്ചുറൽ കോമൺ സെൻസ് ആയിരിക്കും. ഓക്കെ, ഇനി അടുത്തത് തിക്ക് ആൻഡ് തിൻ അല്ലെ. തിക്ക് ആൻഡ് തിൻ എന്ന ഇഡിയം കൊണ്ട് എന്താ അർത്ഥമാക്കുന്നത്? ഗുഡ് ആൻഡ് ബാഡ് ടൈംസ് അല്ലെ. ഗുഡ് ആൻഡ് ബാഡ് ടൈംസ് അല്ലെങ്കിൽ ഓൾ കണ്ടീഷൻസ് എന്നും പറയാറുണ്ട് അല്ലെ. രണ്ടും ഒരേ അർത്ഥം തന്നെയാണ്. അപ്പൊ തിക്ക് ആൻഡ് തിൻ എന്ന് പറയുമ്പോൾ തന്നെ ഇതെന്താ? തിക്കിലെ തടിച്ചതാണ്, തിൻ എന്ന് പറഞ്ഞാൽ മെലിഞ്ഞതാണ്. അവിടെ തടിച്ചതും മെലിഞ്ഞതും എന്ന് പറഞ്ഞാൽ രണ്ടും ഉൾപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഗുഡ് ആൻഡ് ബാഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഗുഡും ബാഡും അല്ലെ, നല്ലതും ചീത്തതയും ഉണ്ട്. അതിന്റെ അർത്ഥം എന്താ? ഓൾ കണ്ടീഷൻ ആണ് അല്ലെ ഇവിടെ വരുന്നത്. എന്താണ് എന്താ ഉദ്ദേശിക്കുന്നത്? ഓൾ കണ്ടീഷൻ ആണ്. നല്ലതും ചീത്തതും ഉണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ എന്താ? രണ്ടും ഉണ്ട്, അതായത് എല്ലാ കണ്ടീഷനും ആണ്. അതിനെയാണ് നമ്മൾ തിക്ക് ആൻഡ് തിൻ എന്ന ഇഡിയം കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പൊ തിക്ക് ആൻഡ് തിൻ എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഗുഡ് ആൻഡ് ബാഡ് ടൈംസ് അല്ലെങ്കിൽ ഓൾ കണ്ടീഷൻ എന്ന് പറയും. അടുത്തത് ഓൺ ആൻഡ് ഓഫ് അല്ലെ. ഓൺ ആൻഡ് ഓഫ് എന്ന് പറഞ്ഞാൽ എന്താ? വെരി ഓഫൺ അല്ലെ. ഓൺ ആൻഡ് ഓഫ്, ഒരു കാര്യം ഓൺ ആക്കുക ഓഫ് ആക്കുക, അതിന് എന്താ നമ്മൾ പറയുന്നത്? വെരി ഓഫൺ അല്ലെ. എപ്പോഴും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി, ഓൺ ആൻഡ് ഓഫ് അല്ലെ. ഓൺ ആക്കുക ഓഫ് ആക്കുക, അതെന്താ? എപ്പോഴും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അതിന്റെ അർത്ഥം എന്താണ്? വെരി ഓഫൺ അല്ലെ, എല്ലായ്പ്പോഴും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതിനായിട്ട് കണക്ട് ചെയ്ത് വെക്കാം. അപ്പോൾ ഓൺ ആൻഡ് ഓഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? വെരി ഓഫൺ. ഓക്കെ, ഒന്നുകൂടി പറയാം. സ്മെല്ലർ ആയിട്ട് നമ്മൾ പറഞ്ഞില്ലേ, എന്താണ്? സസ്പെക്ട് ദാറ്റ് സംതിങ് ഈസ് റോങ് അല്ലേ. എന്തോ ഒരു കാര്യം അവിടെ റോങ് ആവുകയാണെന്ന് മനസ്സിലാവുക, അതിനെയാണ് സ്മെല്ലർ റാറ്റ് എന്ന് പറയുന്നത്. ഗോ ടു ദി ഡോഗ് എന്ന് പറഞ്ഞാൽ എന്താ? ബി റെയിൻഡ് അല്ലേ. അതായത് എന്തെങ്കിലും കാര്യം നശിക്കാറായി എന്നൊരു അർത്ഥമാണ് എന്തിൽ വരുന്നത്? ഗോ ടു ദി ഡോഗ്സിൽ വരുന്നത്.
സെൽ ഫോർ എ സോങ് നമ്മൾ പറഞ്ഞു എന്താ എ വെരി ലോ പ്രൈസിലെ എന്തെങ്കിലും കാര്യം ലോ പ്രൈസിൽ കൊടുക്കുന്നതിനെയാണ് സെൽ ഫോർ എ സോങ് എന്ന ഇഡിയം കൊണ്ട് അർത്ഥമാക്കുന്നത്. അടുത്തത് ഹിറ്റ് ദി നെയിൽ ഓൺ ദി ഹെഡ് അല്ലെ. ഹിറ്റ് ദി നെയിൽ ഓൺ ദി ഹെഡ് എന്ന് പറഞ്ഞാൽ എന്താ, തലക്കടിയേറ്റതുപോലെ ഒരു കാര്യം മുഖത്തടിച്ച് പറയും അല്ലെങ്കിൽ ഒരു കാര്യം തുറന്നടിച്ച് പറയുന്നതിനെയാണ് ഹിറ്റ് ദി നെയിൽ ഓൺ ദി ഹെഡ് എന്ന് പറയുന്നത്. ബാഗ് ആൻഡ് ബഗേജ് എന്ന് പറഞ്ഞാൽ എന്താ, ബാഗും ഉണ്ട് ബഗേജും ഉണ്ട് അല്ലേ, അതായത് കംപ്ലീറ്റ്ലി എന്നൊരർത്ഥമാണ് വരുന്നത്. ഓൺ ദി ഫെൻസ് അല്ലേ, ഓൺ ദി ഫെൻസ് എന്ന് പറഞ്ഞാൽ എന്താ, ഫെൻസ് എന്ന് പറഞ്ഞാൽ വേലിയാണ് അല്ലേ, അപ്പൊ വേലിന്റെ അവിടെ നിൽക്കുക, ഒരു കാര്യം തീരുമാനം എടുക്കാതെ നിൽക്കുന്നതിനെയാണ് ഓൺ ദി ഫെൻസ് എന്ന് പറയും അല്ലേ, സംതിങ് യെറ്റ് ടു ബി ഡിസൈഡഡ്. ബ്രേക്ക് എ ലെഗ് എന്താ, ടു വിഷ് ഗുഡ് ലക്ക് അല്ലേ, ഗുഡ് ലക്ക് വിഷ് ചെയ്യുന്നതിനെയാണ് ബ്രേക്ക് എ ലെഗ് ഇഡിയം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഹേർട്ട് ആൻഡ് സോൾ അല്ലേ, ഹേർട്ടും ഹൃദയവും ആത്മാവും എന്ന് പറയുമ്പോൾ തന്നെ അല്ലേ എൻറ്റയർലി അല്ലേ, മൊത്തത്തിലാണ്. മദർ വിറ്റ് അല്ലേ, മദർ അമ്മമാരുടെ വിറ്റ് എങ്ങനെയാണ്, നാച്ചുറൽ കോമൺ സെൻസ് ആണ്. തിക്ക് ആൻഡ് തിൻ എന്ന് പറഞ്ഞാൽ എന്താ, തിക്കുണ്ട് തിന്നുണ്ട്, അതായത് ഗുഡ് ആൻഡ് ബാഡ് ടൈംസ് അല്ലെങ്കിൽ ഓൾ കണ്ടീഷൻ എന്ന് പറയും. ഇനി ഓൺ ആൻഡ് ഓഫ് എന്ന് പറഞ്ഞാലോ, ഓൺ ആൻഡ് ഓഫ് എന്ന് പറഞ്ഞാൽ വെരി ഓഫൺ ആണ് അല്ലേ, എല്ലായ്പ്പോഴും എന്നൊരർത്ഥമാണ് വരുന്നത്. ഇനി അടുത്ത് നോക്കാം, ടു ബ്ലോ വൺ സൗണ്ട് ട്രംപറ്റ് എന്താ പറയുന്നത്, ടു ബ്ലോ വൺ സൗണ്ട് ട്രംപറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ടു സിങ് വൺ സൗണ്ട് പ്രൈസ് അല്ലേ, അതായത് ഇപ്പൊ ട്രംപറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ട്രംപറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വാദ്യോപകരണമാണ് അല്ലേ, ഇപ്പൊ ടു ബ്ലോ വൺ സൗണ്ട് ട്രംപറ്റ് എന്ന് പറഞ്ഞാൽ ഒരാളിപ്പോൾ അയാളുടെ വാദ്യോപകരണം അങ്ങനെ വായിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, അതിന്റെ അർത്ഥം ടു സിങ് വൺ സൗണ്ട് പ്രൈസ് അല്ലേ, അതായത് സ്വയം ഇങ്ങനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുമല്ലോ. ഇപ്പോൾ ചില ആൾക്കാരുണ്ടല്ലേ, ഇപ്പോൾ ചില ആൾക്കാർ എന്ത് ചെയ്യും, അവരെ തന്നെ ഇങ്ങനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കും. അതിനെയാണ് എന്ത് പറയാ, അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എന്ത് ഇഡിയം കൊണ്ട് അല്ലെങ്കിൽ എന്ത് ശൈലി കൊണ്ടാണ് അവരെ സൂചിപ്പിക്കുക, ടു ബ്ലോ വൺ സൗണ്ട് ട്രംപറ്റ് അല്ലേ, അയാളുടെ ട്രംപറ്റും വായിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയും. ഓക്കെ, അങ്ങനെ ഓർത്ത് വെച്ചേക്കുക. ടു ബ്ലോ വൺ സൗണ്ട് ട്രംപറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ട്രംപറ്റ് അല്ലേ, ഒരാൾ അയാളുടെ സ്വന്തം ട്രംപറ്റ് വായിച്ചുകൊണ്ടിരിക്കുക എന്ന ഇഡിയം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താ, അയാളെ തന്നെ ഇങ്ങനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുക. ഓക്കെ, ഇനി അടുത്തത് ബി ഇൻ ദ റെഡ്. ബി ഇൻ ദ റെഡ് എന്ന് പറഞ്ഞാൽ എന്താ, മേക്കിംഗ് എ ഫിനാൻഷ്യൽ ലോസ് ആണ് അല്ലേ, എന്തെങ്കിലും ഒരു സാമ്പത്തികമായിട്ടുള്ള നഷ്ടം സംഭവിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബി ഇൻ ദ റെഡ് എന്ന ഇഡിയം കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പൊ ബി ഇൻ ദ റെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, മേക്കിംഗ് എ ഫിനാൻഷ്യൽ ലോസ്. എങ്ങനെ ഓർത്ത് വെക്കാം നമുക്കിത്, എങ്ങനെ ഓർത്ത് വെക്കാം ഫിനാൻഷ്യൽ ലോസ്. ഇപ്പം ബാങ്കൊക്കെ പെട്ടെന്ന് കൊള്ളയടിച്ചു കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ പെട്ടെന്ന് ഒരു റെഡ് അലാം ഇങ്ങനെ മുഴങ്ങും അല്ലേ, റെഡ് കളറിലുള്ള അലാം ഇങ്ങനെ മുഴങ്ങും. അപ്പൊ റെഡ് കളറിലുള്ള അലാം മുഴങ്ങുന്നത് എന്താ സൂചിപ്പിക്കുന്നത്, അവിടെ എന്തോ ഒരു ഫിനാൻഷ്യൽ നഷ്ടം സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള പെട്ടെന്നൊരു നഷ്ടം സംഭവിച്ചിട്ടുണ്ടെന്ന് അങ്ങനെ ഓർത്ത് വെച്ചേക്കാം കേട്ടോ. അപ്പൊ ബി ഇൻ ദ റെഡ് അല്ലേ, ഇവിടെ റെഡ് കളറിനാണ് പ്രാധാന്യം. ബി ഇൻ ദ റെഡ് എന്ന് പറഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്, ഫിനാൻഷ്യൽ ലോസ് ആണ് അല്ലേ, സാമ്പത്തികമായിട്ടുള്ള നഷ്ടം. ഇനി അടുത്തത് എ ചിപ്പ് ഓൺ യുവർ ഷോൾഡർ അല്ലേ, എ ചിപ്പ് ഓൺ യുവർ ഷോൾഡർ എന്ന് പറഞ്ഞാൽ എന്താ, ബീങ് അപ്സെറ്റ് ഫോർ സംതിങ് ദാറ്റ് ഹാപ്പൻഡ് ഇൻ ദ പാസ്റ്റ് അല്ലേ, അതായത് മുമ്പ് എന്നോ നടന്നൊരു കാര്യം അല്ലേ, ആ ഒരു കാര്യത്തെ ആലോചിച്ചിട്ട് ഇപ്പോഴും അപ്സെറ്റ് ആയിരിക്കുക അല്ലെങ്കിൽ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുക അല്ലെ, മുമ്പ് കഴിഞ്ഞു പോയൊരു കാര്യത്തെ ആലോചിച്ചിട്ട് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് ഇഡിയം കൊണ്ട് പറയാ, എ ചിപ്പ് ഓൺ യുവർ ഷോൾഡർ എന്ന് പറയാ അല്ലെ. എ ചിപ്പ് ഓൺ യുവർ ഷോൾഡർ അല്ലെ, ഷോൾഡർ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ഷോൾഡർ ആണ്, അവിടെ ഒരു ചിപ്പ് വെച്ചിരിക്കുക, അതായത് ആ ഒരു ഭാരല്ലേ. ചിപ്പ് എന്ന് പറഞ്ഞാൽ ശരിക്കും മീനിങ് വരുന്നത് തടിക്കഷ്ണമാണ് കേട്ടോ. അപ്പൊ തടിക്കഷ്ണം നമ്മുടെ ഷോൾഡറിൽ വെച്ചാൽ എന്താ അവസ്ഥ, ഒരു ഭാരമായിരിക്കുമല്ലോ. അപ്പൊ അത് തന്നെ ഒരു ഷോൾഡറിൽ ഇങ്ങനെ ഒരു ഭാരം വെച്ചുകൊണ്ടിരിക്കുക, അതായത് പണ്ടെങ്ങോ കഴിഞ്ഞു പോയ ഒരു കാര്യം ആലോചിച്ചിട്ട് അപ്സെറ്റ് ആയിരിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എ ചിപ്പ് ഓൺ യുവർ ഷോൾഡർ എന്ന് പറയുന്നത് അല്ലേ. നമ്മുടെ PSC പരീക്ഷയായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്ഥിരമുള്ളതാണ് ഈ ഒരു ഇഡിയം. അതായത് മുമ്പ് എന്നോ നടന്നിട്ടുള്ളൊരു പരീക്ഷ അല്ലേ, നന്നായിട്ട് നമ്മൾ അല്ലെങ്കിൽ ഒരുപാട് ആഗ്രഹിച്ച പല പരീക്ഷകളുണ്ടാവും, പലപ്പോഴും അത് സ്വപ്നമായിട്ടൊക്കെ കണ്ടു നടന്ന പരീക്ഷകളായിരിക്കും അല്ലേ. അപ്പോൾ അത് നന്നായിട്ട് നമുക്ക് എഴുതാൻ പറ്റാതെ പോയതിൽ നമ്മൾ എന്ത് ചെയ്യും, ദുഃഖിച്ചുകൊണ്ടിരിക്കും അല്ലേ. ദുഃഖം 1-2 ദിവസം കൊണ്ട് തീരത്തില്ല, ഇങ്ങനെ മാസങ്ങളും കടന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ആ ഒരു വേദന അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക ഭാരം നമ്മുടെ ഷോൾഡറിൽ ഇങ്ങനെ ചുമന്നുകൊണ്ടിരിക്കും. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്ത് പറയുക, എ ചിപ്പ് ഓൺ യുവർ ഷോൾഡർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് എന്താ, 40 വിങ്സ് അല്ലേ. 40 വിങ്സ് എന്ന് പറഞ്ഞാൽ എന്താ, എ ഷോർട്ട് സ്ലീപ്പ് അല്ലേ. 40 വിങ്സ് എന്ന ഇഡിയം കൊണ്ട് എന്താ അർത്ഥമാക്കുന്നത്, എ ഷോർട്ട് സ്ലീപ്പ് ആണ്. ഇപ്പോൾ അതായത് ചെറിയൊരു ഉറക്കം അല്ലേ, നമ്മൾ രാത്രി ഉറങ്ങുന്നത് പോലെ അല്ലാതെ പകൽ സമയത്ത് എപ്പോഴെങ്കിലും ഒരു കുറച്ച് നേരത്തേക്ക് നമ്മൾ കിടക്കുമല്ലോ, അതിനെയാണ് 40 വിങ്സ് എന്ന് പറയാം. ഉച്ചയ്ക്കൊക്കെ ശേഷം നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം ഒന്ന് കിടക്കുമല്ലോ, അപ്പോൾ അതിനൊക്കെ നമുക്ക് എന്ത് പറയാം, 40 വിങ്സ് എന്ന് പറയാം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉച്ചയ്ക്കൊക്കെ ചോറുണ്ട് കഴിഞ്ഞിട്ട് ഒരു 40 മിനിറ്റ് അല്ലേ, ഒരു 40 അങ്ങനെ ഓർത്ത് വെക്കുക, ഒരു 40 മിനിറ്റ് നേരം ഒന്ന് കിടന്നുറങ്ങി ആലോചിച്ചാൽ മതി, അതായത് ഒരു ഷോർട്ട് സ്ലീപ്പ്. അപ്പോൾ 40 വിങ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, എ ഷോർട്ട് സ്ലീപ്പ്. അടുത്തത് പാരിഷ് പമ്പ് ആണ്. പാരിഷ് പമ്പ് എന്ന് പറഞ്ഞാൽ എന്താ,
ലോക്കൽ പാർട്ടീസ് ആണ്. ചോദിക്കാറുള്ളതാണ്. പാരിഷ് പമ്പ് എന്ന ഇഡിയം കൊണ്ട് എന്താ അർത്ഥമാക്കുന്നത്? ലോക്കൽ പാർട്ടീസ്. ഇനി അടുത്തത് ഇൻ എ നട്ട് ഷെല്ല്. ഇൻ എ നട്ട് ഷെൽ എന്ന് പറഞ്ഞാൽ എന്താ? ഇൻ എ നട്ട് ഷെൽ എന്ന് പറഞ്ഞാൽ ഇൻ ദ ഫ്യൂവസ്റ്റ് വേർഡ്സ് പോസിബിൾ അല്ലേ, അതായത് വളരെ കുറഞ്ഞ വാക്കുകൾ എന്ന് പറയും. ഇപ്പോൾ ചില കാര്യമൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ ലാസ്റ്റ് ആയിട്ട് ഇങ്ങനെ പറയും, ചുരുക്കി പറഞ്ഞാൽ എന്ന് പറഞ്ഞിട്ട് ഒരു 4-5 വാക്കിൽ ഒതുക്കും. ആ ഒരു ഒതുക്കുന്ന വാക്കുകൾ ഉണ്ടല്ലോ, അതിനെയാണ് ഇൻ എ നട്ട് ഷെൽ എന്ന് പറയുക. ഇപ്പൊ പ്രസംഗിക്കുന്ന സമയത്തൊക്കെ ആൾക്കാരിലെ കുറേ നേരം പ്രസംഗിച്ചുകൊണ്ടിരുന്നിട്ട് ലാസ്റ്റ് എന്ത് ചെയ്യും, ഒന്ന് ചുരുക്കി പറഞ്ഞാൽ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, ഒരു കുറച്ച് വാക്കുകൾ അതങ്ങ് ഒതുക്കും. അതിനെയാണ് നമ്മൾ എന്ത് പറയാ? ഇൻ എ നട്ട് ഷെൽ എന്ന് പറയല്ലേ. ഇൻ എ നട്ട് ഷെൽ എന്ന് പറഞ്ഞാൽ എന്താ? ഇൻ ദ ഫ്യൂവസ്റ്റ് വേർഡ്സ് പോസിബിൾ, അതായത് വളരെ കുറഞ്ഞ വാക്കുകൾ, പോസിബിൾ ആയിട്ടുള്ള വളരെ കുറഞ്ഞ വാക്കുകൾ. ഇപ്പൊ നമുക്ക് ഓർത്ത് വെക്കല്ലേ, നട്ട് ഷെൽ എന്ന് പറഞ്ഞാൽ എന്താ? ഷെൽ എന്ന് പറഞ്ഞാൽ ചെറിയ ഒരു ഷെല്ല് ഉണ്ടാവുമല്ലോ. ഇപ്പൊ നട്ട്സിന്റെ ഒക്കെ ഷെല്ല് ഉണ്ടാവുമല്ലോ. ഇപ്പൊ നമ്മുടെ പിസ്തേന്റെ ഒക്കെ ആലോചിച്ചാൽ മതി, പിസ്തേന്റെ ഒക്കെ ഷെല്ല് ചെറുതല്ലേ. അപ്പൊ ആ ചെറുത്, അതിൻ്റെ ഉള്ളിൽ വളരെ കുറച്ച് സാധനമേ കൊള്ളുള്ളൂ. അപ്പൊ അങ്ങനെ തന്നെ ആലോചിക്കുക, ചെറിയ കുറച്ച് വാക്കുകൾ മാത്രം പോസിബിൾ ആയിട്ടുള്ള കുറഞ്ഞ വാക്കുകൾ, അതിനെയാണ് നട്ട് ഷെൽ എന്ന് പറയല്ലേ. ഇൻ എ നട്ട് ഷെൽ എന്ന് പറയാം. അടുത്തത് പ്രോസ് ആൻഡ് കോൺസ് അല്ലേ. പ്രോസ് ആൻഡ് കോൺസ് എന്ന് പറഞ്ഞാൽ എന്താ? ഫോർ ആൻഡ് എഗെയിൻസ്റ്റ് ആണ് അല്ലേ. ഇപ്പൊ ചില കാര്യങ്ങൾ തന്നെ ഉണ്ടാവും, അതിൽ നല്ല കാര്യവും അതുപോലെ തന്നെ അതിനെതിരായിട്ടുള്ള കാര്യം. അതിന് നമ്മൾ എന്ത് പറയും? പ്രോസ് ആൻഡ് കോൺസ് എന്നാണ് പറയുക. ഓക്കെ, ഫോർ ആൻഡ് എഗെയിൻസ്റ്റ് എന്ന് പറയാം. ഇപ്പൊ പ്രോസ് ആൻഡ് കോൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോർ ആൻഡ് എഗെയിൻസ്റ്റ് അല്ലേ. ഫോർ ആൻഡ് എഗെയിൻസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ എന്തെങ്കിലും ഇപ്പൊ ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ തന്നെ അതിൽ ഫോർ ആൻഡ് എഗെയിൻസ്റ്റ് ഉണ്ടാവും. അവിടെ കൊടുക്കാറുണ്ട് പ്രോസ് ആൻഡ് കോൺസ് എന്ന്. അതായത് ആ ഒരു പ്രൊഡക്റ്റിന്റെ നല്ല വശം അല്ലെങ്കിൽ അതിന്റെ അഡ്വാൻറ്റേജ് ഒക്കെ പറയുന്ന ഒരു ഭാഗം ഉണ്ടാവും. അത് ഫോറിലും പറയും, എഗെയിൻസ്റ്റിലെ അതിനെതിരായിട്ട്. അപ്പൊ അത് നല്ലതല്ലെങ്കിൽ അതിൽ എഗെയിൻസ്റ്റിന്റെ ഭാഗത്ത് ഒരുപാട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ അത് തന്നെ പ്രോസ് ആൻഡ് കോൺസ് എന്ന ഒരു ഇഡിയം കൊണ്ടാണ് അത് അർത്ഥമാക്കുന്നത്. ഓക്കെ, അപ്പൊ പ്രോസ് ആൻഡ് കോൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോർ ആൻഡ് എഗെയിൻസ്റ്റ് ആണ്. അടുത്തത് ലെറ്റ് ദി കാറ്റ് ഔട്ട് ഓഫ് ദി ബാഗ് അല്ലെ. ലെറ്റ് ദി കാറ്റ് ഔട്ട് ഓഫ് ദി ബാഗ് എന്ന് പറഞ്ഞാൽ എന്താ? ലെറ്റ് ദി കാറ്റ് ഔട്ട് ഓഫ് ദി ബാഗ് എന്ന് പറഞ്ഞാൽ ടു ടെൽ എ സീക്രട്ട് അല്ലെ. എന്തെങ്കിലും ഒരു രഹസ്യം പരസ്യമാക്കുന്നതിനെയാണ് ലെറ്റ് ദി കാറ്റ് ഔട്ട് ഓഫ് ദി ബാഗ് എന്ന ഇഡിയം കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഓക്കെ, നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ആലോചിക്കുക, ബാഗിൽ നിന്നൊരു പൂച്ചനെ പുറത്തേക്ക് ഇറക്കുകയാണ്. ആ പൂച്ച എന്ത് ചെയ്യും? എല്ലാ രഹസ്യങ്ങളും അവിടെ പോയിട്ട് പരസ്യമാക്കുകയാണ് അല്ലേ. എപ്പോഴും നമ്മുടെ ബാഗ് അല്ലേ, ബാഗ് നമ്മുടെ ഒരു പ്രൈവസിയാണ്. അതായത് ബാഗ് തൂക്കി നടക്കാന്ന് പറഞ്ഞാൽ അവിടെ ഒരു പ്രൈവസിയാണ് അല്ലേ. ആ പ്രൈവസി എന്ത് ചെയ്തു? അതിലൊരു പൂച്ചനെ വെച്ചിട്ടുണ്ടാവും. ആ പൂച്ച പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ അവിടെ നടന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യാണ്? പറയുകയാണെന്ന് ആലോചിച്ചാൽ മതി. ടെൽ എ സീക്രട്ട് അല്ലേ. ഒരു സീക്രട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും സീക്രട്ട് ഒക്കെ അവിടെ എല്ലായിടത്തും പറയുന്നതിനെയാണ് ലെറ്റ് ദി കാറ്റ് ഔട്ട് ഓഫ് ദി ബാഗ് അല്ലേ. ബാഗിൽ നിന്നാണ് ഇറങ്ങി പോയിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ആലോചിച്ച് വെക്കാം. ഓക്കെ, അപ്പൊ ഇത്രയും എടുത്ത കാര്യങ്ങൾ ഒന്നും കൂടി നോക്കാം. ഓക്കെ, ബ്രേക്ക് എ ലെഗ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് അല്ലെ? ഗുഡ് ലക്ക് വിഷ് ചെയ്യാണ്. ഹേർട്ട് ആൻഡ് സോൾ എന്ന് പറഞ്ഞാൽ ഹൃദയവും ആത്മാവും എന്നൊക്കെ പറയുന്നത് എന്തിനാണ്? മൊത്തത്തിലാണ് അല്ലെ. എൻറ്റയർലി മദർ വിറ്റ് അല്ലെ. അമ്മമാരുടെ വിറ്റ് എങ്ങനെയായിരിക്കും? നാച്ചുറൽ കോമൺ സെൻസ് ആയിരിക്കും. ഇനി തിക്ക് ആൻഡ് തിൻ എന്ന് പറഞ്ഞാൽ എന്താ? ഗുഡ് ആൻഡ് ബാഡ് ടൈംസ് അല്ലെങ്കിൽ ഓൾ കണ്ടീഷൻ അല്ലെ. തിക്കുണ്ട് തിന്നുണ്ട്, അതായത് എല്ലാ കണ്ടീഷനുമാണ്. പിന്നെ പറഞ്ഞു ഓൺ ആൻഡ് ഓഫ് അല്ലെ. ഓൺ ആക്ക് ഓഫ് ആക്ക്, അതായത് എപ്പോഴും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക, വെരി ഓഫൺ. അടുത്തത് ടു ബ്ലോ വൺ സൗണ്ട് ട്രംപറ്റ് അല്ലെ. ഒരാൾ അയാളുടെ ട്രംപറ്റ് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുക, അതായത് അയാൾ എന്ത് ചെയ്യുക? അയാളെ തന്നെ ഇങ്ങനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നതിനെയാണ് ടു ബ്ലോ വൺ സൗണ്ട് ട്രംപറ്റ് എന്ന് പറയാം. ബി ഇൻ ദ റെഡ് അല്ലെ. റെഡ് കളർ ആവുന്നത് എപ്പോഴാണ്? മേക്കിംഗ് ഫിനാൻഷ്യൽ ലോസ് അല്ലെ. സാമ്പത്തികമായിട്ടുള്ള നഷ്ടം സംഭവിക്കുമ്പോഴാണ് ബി ഇൻ ദ റെഡ് എന്ന ഇഡിയം കൊണ്ട് സൂചിപ്പിക്കുക. എ ചിപ്പ് ഓൺ യുവർ ഷോൾഡർ. എ ചിപ്പ് ഓൺ യുവർ ഷോൾഡർ എന്ന് പറഞ്ഞാൽ എന്താ അല്ലെ? ഷോൾഡറിൽ ആ ഒരു ഭാരം താങ്ങി നടക്കുക. മുമ്പെന്നോ കഴിഞ്ഞ കാര്യം ആലോചിച്ചിട്ട് അതിൽ അപ്സെറ്റ് ആയിട്ട് ആ ഒരു വിഷമം തോളിൽ ചുമന്ന് നടക്കുന്നതിനെയാണ് എ ചിപ്പ് ഓൺ യുവർ ഷോൾഡർ എന്ന് പറയാം. 40 വിങ്സ് അല്ലെ. 40 വിങ്സ് എന്താ? ഒരു 40 മിനിറ്റ് ഉറങ്ങി എന്ന് ആലോചിച്ചാൽ മതി. എ ഷോർട്ട് സ്ലീപ്പ് ആണ് അല്ലെ. എ ഷോർട്ട് സ്ലീപ്പ്. പാരിഷ് പമ്പ് എന്താണ്? ലോക്കൽ പാർട്ടീസ് ആണ് അല്ലെ. പാരിഷ് പമ്പ് എന്ന ഇഡിയം കൊണ്ട് എന്താ അർത്ഥമാക്കുന്നത്? ലോക്കൽ പാർട്ടീസ് അല്ലെ. നമ്മുടെ പ്രാദേശിക പാർട്ടികളെ കുറിച്ചിട്ടാണ് പറയുന്നത്. എന്ത്? പാരിഷ് പമ്പ് എന്ന് പറയുന്നത്. ഇനി നട്ട് ഷെല്ല്. നട്ട് ഷെല്ല് എന്ന് പറഞ്ഞാൽ എന്താ? നട്ട് എന്ന് പറഞ്ഞാലേ നട്ടിന്റെ ഷെല്ല് എന്ന് പറഞ്ഞാൽ എന്താ? വളരെ ചെറുതാണ്. അതായത് ഇൻ ദ ഫ്യൂവസ്റ്റ് വേർഡ്സ് പോസിബിൾ അല്ലെ. വളരെ കുറഞ്ഞ വാക്കുകൾ എന്നൊരർത്ഥം. പ്രോസ് ആൻഡ് കോൺസ് ആണെങ്കിലോ ഫോർ ആൻഡ് എഗെയിൻസ്റ്റ് ആണ്. ലെറ്റ് ദി കാറ്റ് ഔട്ട് ഓഫ് ദി ബാഗ് എന്താ? രഹസ്യം പരസ്യമാക്കുന്നതിനെയാണ് ലെറ്റ് ദി കാറ്റ് ഔട്ട് ഓഫ് ദി ബാഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. ടൂത്ത് ആൻഡ് നെയിൽ അല്ലെ. ടൂത്ത് ആൻഡ് നെയിൽ എന്ന ഇഡിയം കൊണ്ട് എന്താ അർത്ഥമാക്കുന്നത്? വിത്ത് ഓൾ പവർ ആണ്. ടൂത്ത് ആൻഡ് നെയിൽ അല്ലെ. പണ്ടത്തെ ഒരു പോളിസി ആയിരുന്നു ടൂത്ത്, പല്ലും നഖവും ഉപയോഗിക്കുക അല്ലെ. പല്ലും നഖവും ഉപയോഗിച്ചിട്ട് പോരാടുക എന്ന് പറഞ്ഞാൽ എന്താണ്?
ടൂത്തിലെ, ടൂത്ത് എന്ന് പറഞ്ഞാൽ പല്ലാണ്, നെയിൽ എന്ന് പറഞ്ഞാൽ നഖമാണ് അല്ലേ, അതായത് പല്ലും നഖവും ഉപയോഗിച്ചിട്ട് പോരാടുക എന്നൊക്കെ പണ്ടത്തെ കാലത്ത് പറയും. അതായത് എല്ലാ പവറും അല്ലേ, വിത്ത് ഓൾ പവർ ആണ്, എല്ലാ ശക്തിയും എടുത്തിട്ട് പോരാടുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ, ടൂത്ത് ആൻഡ് നെയിൽ എന്ന് പറയാ. ഓർത്ത് വെച്ചേക്കുക, ടൂത്ത് ആൻഡ് നെയിൽ എന്ന ഇഡിയം കൊണ്ട് എന്താ അർത്ഥമാക്കുന്നത്, വിത്ത് ഓൾ പവർ, എല്ലാ പവറും അല്ലേ, എല്ലാ ശക്തിയും എടുത്തിട്ട് പോരാടുക, അതിനെയാണ് നമ്മൾ ടൂത്ത് ആൻഡ് നെയിൽ എന്ന് പറയാം. അടുത്തത് സ്പിക്ക് ആൻഡ് സ്പാൻ അല്ലെ, സ്പിക്ക് ആൻഡ് സ്പാൻ എന്ന ഇഡിയം കൊണ്ട് എന്താ അർത്ഥമാക്കുന്നത്, ക്ലീൻ ആൻഡ് ടൈഡി ആണ് അല്ലെ. ക്ലീൻ ആൻഡ് ടൈഡി എന്ന് പറഞ്ഞാൽ എന്താ, ക്ലീൻ ആക്കുക അല്ലെ, ക്ലീൻ ആക്കുക, അല്ലെങ്കിൽ ഒക്കെ ഒരു അടുക്കും ചുറ്റിയോട് കൂടിയിട്ട് വെക്കുക, അതിനെയാണ് നമ്മൾ സ്പിക്ക് ആൻഡ് സ്പാൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സ്പിക്ക് ആൻഡ് സ്പാൻ എന്ന ഇഡിയം കൊണ്ട് എന്താ അർത്ഥമാക്കുന്നത്, ക്ലീൻ ആൻഡ് ടൈഡി. നമുക്ക് എങ്ങനെ ഓർത്ത് വെക്കാം അല്ലെ, സ്പിക്ക് എന്ന് പറയുമ്പോൾ അവിടെ എന്തുണ്ട്, ഒരു പിക്ക് ഉണ്ട് അല്ലേ, പിക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ എടുക്കല്ലേ, ഓരോ കാര്യങ്ങൾ എടുക്കുക. അപ്പൊ നമുക്കറിയാം നമ്മളൊരു കാര്യം വൃത്തിയാക്കി വെക്കണമെങ്കിൽ എല്ലാ കാര്യം ഇങ്ങനെ എടുത്തെടുത്തിട്ട് അടുക്കും ചിട്ടയോട് കൂടിയിട്ട് വെക്കണം. അപ്പൊ അവിടെ അങ്ങനെ ഓർത്ത് വെക്കുക, പിക്ക് ചെയ്യല്ലേ, ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അലങ്കോലമായിട്ട് കിടക്കുകയാണെങ്കിൽ എല്ലാ സാധനവും ഇങ്ങനെ പിക്ക് ചെയ്ത് എടുത്തെടുത്തിട്ട് എന്ത് ചെയ്യാം, ക്ലീൻ ആക്കി വെക്കുക അല്ലേ, നല്ല അടുക്കും ചിട്ടയോടും കൂടിയിട്ട് വെക്കുക. ക്ലീൻ ആക്കിയിട്ട് അടുക്കും ചിട്ടയോടും കൂടി വെക്കുന്നതിനെയാണ് സ്പിക്ക് ആൻഡ് സ്പാൻ എന്ന് പറയാം. അടുത്തത് സ്വാൻ സോങ് ആണ്. സ്വാൻ സോങ് എന്ന് പറഞ്ഞാൽ എന്താ, എ പേഴ്സൺസ് ലാസ്റ്റ് പെർഫോമൻസ് ആണ് അല്ലേ. സ്വാൻ സോങ് എന്ന് പറഞ്ഞാൽ എ പേഴ്സൺസ് ലാസ്റ്റ് പെർഫോമൻസ്, അതായത് ഒരു വ്യക്തിയുടെ അയാളുടെ അവസാനത്തെ പെർഫോമൻസിനെയാണ് സ്വാൻ സോങ് എന്ന് പറയാം. ഓർത്ത് വെച്ചേക്ക, ചോദിക്കുന്നതാണ്. സ്വാൻ സോങ് എന്ന് പറഞ്ഞാൽ എന്താണ്, എ പേഴ്സൺസ് ലാസ്റ്റ് പെർഫോമൻസ് ആണ് അല്ലേ. ഒരു വ്യക്തിയുടെ അയാളുടെ അവസാനത്തെ പെർഫോമൻസിനെയാണ് സ്വാൻ സോങ് എന്ന് പറയാം. നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഓർത്ത് വെക്കാം, ഒരു വ്യക്തിയുടെ അവസാനത്തെ പരിപാടി അല്ലെങ്കിൽ പെർഫോമൻസ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു പാട്ടായിരുന്നു എന്ന് ഓർത്ത് വെച്ചാൽ മതി അല്ലേ. സോങ്, ഇവിടെ സോങ്ങിന് ഓർത്ത് വെച്ചാൽ മതി, എ പേഴ്സൺസ് ലാസ്റ്റ് പെർഫോമൻസ് അല്ലേ. ഒരു വ്യക്തിയുടെ അവസാനത്തെ ഒരു പെർഫോമൻസ് എന്ന് പറഞ്ഞത് അയാളുടെ ഒരു പാട്ടായിരുന്നു അല്ലേ, ഡാൻസ് ഒന്നുമല്ല, അയാളുടെ ഒരു പാട്ടായിരുന്നു എന്ന് മാത്രം ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇനി അടുത്തത് ടു ബിൽഡ് കാസ്റ്റിൽ ഇൻ ദ എയർ അല്ലേ. ടു ബിൽഡ് കാസ്റ്റിൽസ് ഇൻ ദ എയർ എന്ന് പറഞ്ഞാൽ എന്താ, ഇമാജിനറി പ്ലാൻസ് ആണ് അല്ലേ. ഇതിന്റെ അർത്ഥം എന്താ, ടു ബിൽഡ് കാസ്റ്റിൽസ് ഇൻ ദ എയർ എന്ന് പറഞ്ഞാൽ അതായത് മനക്കോട്ട കെട്ടുക എന്നൊക്കെ പറയല്ലോ, നമ്മളിങ്ങനെ വായുവിൽ ഇങ്ങനെ മനസ്സിലിങ്ങനെ ഓരോ കാര്യങ്ങളും കെട്ടി പടുത്തുയർത്തുക അല്ലേ. അതായത് നമ്മൾ ദിവാസ്വപ്നമൊക്കെ കാണുമല്ലോ, ഇങ്ങനെ മനക്കോട്ട കെട്ടുക, അതാണ് ടു ബിൽഡ് കാസ്റ്റിൽ ഇൻ ദ എയർ എന്ന് പറയുന്നത് അല്ലേ. അതായത് ഇമാജിനറി പ്ലാൻസ് ആണ്, ഒക്കെ നമ്മൾ സ്വയം ഉണ്ടാക്കുന്ന കാര്യങ്ങളായിരിക്കും. ഓക്കെ, അതിനെയാണ് ടു ബിൽഡ് കാസ്റ്റിൽസ് ഇൻ ദ എയർ എന്ന് പറയുന്നത് അല്ലേ. മനക്കോട്ട കെട്ടുക എന്ന് പറയും മലയാളത്തിൽ. എന്താ അതിന്റെ അർത്ഥം, ഇമാജിനറി പ്ലാൻസ് ആണ് അല്ലേ. നടക്കാത്ത കാര്യങ്ങൾ, നടക്കാത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നടന്നിട്ടുണ്ടാവില്ല, നമ്മളതിങ്ങനെ സ്വപ്നം കാണല്ലേ, ദിവാസ്വപ്നം പോലെ, അല്ലെങ്കിൽ ഇമാജിനറി ആയിട്ട് നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ സങ്കല്പിക്കുക, അതിനെയാണ് ടു ബിൽഡ് കാസ്റ്റ് ഇൻ ദ എയർ എന്ന് പറയുന്നത്. ഇനി അടുത്തത് ടു ഷോ വൈറ്റ് ഫെദേഴ്സ് അല്ലേ. ടു ഷോ വൈറ്റ് ഫെദേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ടു ഷോ ഫിയർ ആണ് അല്ലേ. അതായത് നമ്മുടെ ഭീരുത്വമൊക്കെ കാണിക്കുക, ഫിയർ എന്ന് പറഞ്ഞാൽ പേടിക്കുക എന്നൊക്കെ പറയല്ലോ, നമ്മുടെ ഭീരുത്വമൊക്കെ കാണിക്കുന്നതിനെയാണ് ടു ഷോ വൈറ്റ് ഫെദേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ചോദിക്കാം, ടു ഷോ വൈറ്റ് ഫെദേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ടു ഷോ ഫിയർ ആണ്. അപ്പം വൈറ്റ് ഫെദേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, വെള്ള അല്ലേ, വെള്ള കൊടി കാണിക്കുക അല്ലെങ്കിൽ വെള്ള തൂവൽ കാണിക്കുക എന്ന് പറഞ്ഞാൽ, സാധാരണ വെള്ള തൂവൽ എന്ന് പറയുമ്പോൾ നമുക്ക് സമാധാനമായിട്ടാണ് ഓർമ്മ വരിക. പക്ഷെ ഇവിടെ എന്താണ് അർത്ഥമാക്കുന്നത്, നമ്മുടെ ഭീരുത്വം കാണിക്കുക. ഇപ്പോൾ രണ്ട് ആൾക്കാർ തമ്മിൽ അല്ലേ, രണ്ട് പാർട്ടികൾ തമ്മിലായിട്ട് യുദ്ധം ചെയ്യാന്ന് വിചാരിക്കുക. ഓക്കെ, ഇപ്പൊ രണ്ട് ആൾക്കാർ തമ്മിൽ യുദ്ധം ചെയ്യാണെന്ന് വിചാരിക്കുക. ആ സമയത്തിലെ ഒരാള് പരാജയപ്പെട്ടെന്ന് അയാൾക്ക് തോന്നുകയാണ്. ആ സമയത്ത് എന്ത് ചെയ്യുക, അയാളൊരു വെള്ള കൊടി കാണിക്കും അല്ലെ. വെള്ള കൊടി കാണിച്ചു കഴിഞ്ഞാൽ എന്താണ് അർത്ഥമാക്കേണ്ടത് അല്ലെ, അയാൾ അവിടെ നിന്ന് പിന്മാറാൻ പോവുകയാണ്, അല്ലെങ്കിൽ അയാളുടെ ഭീരുത്വം കാണിക്കുകയാണ്, അയാളെ കൊണ്ട് ഇനി പോരാടാൻ വയ്യ എന്നതിന്റെ ഒരു സിമ്പിളായിട്ട് എന്ത് ചെയ്യും, ഒരു വെള്ള കൊടി കാണിക്കും അല്ലെ. അങ്ങനെ ആലോചിച്ചാൽ മതി. അപ്പൊ വെള്ള കൊടി കാണിച്ചു കഴിഞ്ഞാൽ എന്താ അർത്ഥം, ടു ഷോ ഫിയർ ആണ് അല്ലെ, ഭീരുത്വം കാണിക്കുകയാണ്. ഇനി അടുത്തത് ടു ബ്ലേസ് എ ട്രയൽ അല്ലെ. ടു ബ്ലേസ് എ ട്രയൽ എന്ന് പറഞ്ഞാൽ എന്താ, ടു ഇനീഷ്യേറ്റ് എ വർക്ക്. ഇപ്പോൾ ഒരു കാര്യം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം നമ്മൾ ആരംഭിക്കാൻ പോകുന്നതിനെയാണ് ടു ബ്ലേസ് എ ട്രയൽ എന്ന് പറയുക അല്ലെ. ടു ബ്ലേസ് എ ട്രയൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ടു ഇനീഷ്യേറ്റ് എ വർക്ക് ആണ് അല്ലെ. ഒരു കാര്യം ആരംഭിക്കുന്നതിനെയാണ് ടു ബ്ലേസ് എ ട്രയൽ എന്ന് പറയാം. അപ്പോൾ ഇവിടെ നമുക്ക് ഓർത്തിരിക്കാൻ എളുപ്പമാണ്, ട്രയൽ അല്ലേ, ട്രയൽ ആയിട്ട് ഓർത്ത് വെക്കാം. ഇപ്പോൾ ഒരു കാര്യം നമ്മൾ ആരംഭിക്കുമ്പോൾ കുറച്ച് ട്രയൽ ആദ്യം എടുത്ത് വെക്കും അല്ലേ. എന്ത് കാര്യമാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് ട്രയലുകളാണ് ആദ്യം ചെയ്ത് നോക്കുക. അപ്പം അങ്ങനെ ഓർത്ത് വയ്ക്കാം. ഇപ്പം ടു ഇനീഷ്യേറ്റ് വർക്കിൽ ഒരു കാര്യം ആരംഭിക്കാൻ പോവുകയാണ്, അപ്പം എന്ത് ചെയ്യും, കുറച്ച് ട്രയലുകളൊക്കെ ചെയ്ത് നോക്കും. അപ്പം അങ്ങനെ ഓർത്ത് വെച്ചേക്കാം. അപ്പം ടു പ്ലേസ് എ ട്രയൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ടു ഇനീഷ്യേറ്റ് വർക്കാണ്. ദെൻ ലാസ്റ്റ് വൺ, ടു കട്ട് ദി ഗോഡിയൻ നോട്ട് അല്ലേ. ടു കട്ട് ദി ഗോഡിയൻ നോട്ട് എന്ന് പറഞ്ഞാൽ എന്താ, ടു കട്ട് ദി ഗോഡിയൻ നോട്ട് എന്ന് പറഞ്ഞാൽ ടു സോൾവ് എ ഡിഫിക്കൽട്ട് പ്രോബ്ലം ആണ് അല്ലേ. ടു സോൾവ് എ ഡിഫിക്കൽട്ട് പ്രോബ്ലം.
അപ്പൊ ശരിക്കും എന്താ അർത്ഥം വരുന്നത്? ടു കട്ട് ദി ഗോഡിയൻ നോട്ട് എന്ന് പറഞ്ഞാൽ ഊരാക്കുടുക്ക് അല്ലേ, അല്ലെങ്കിൽ ഊരാക്കുടുക്ക് കട്ട് ചെയ്യാന്നൊക്കെ പറയും. അതായത് ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പ്രോബ്ലത്തെ സോൾവ് ചെയ്യുക. ഊരാക്കുടുക്കാവുക എന്നൊക്കെ പറഞ്ഞാൽ എന്താ, ആകെ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയാവും അല്ലേ. അതിനെ കട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ ഒരു ഗോഡിയൻ നോട്ടിനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും, ആ കാര്യം നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ സോൾവ് ചെയ്യാൻ പറ്റും അല്ലേ. സോൾവ് എ ഡിഫിക്കൽട്ട് പ്രോബ്ലം, ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു പ്രോബ്ലത്തെ നമ്മൾ സോൾവ് ചെയ്യുന്നതിനെയാണ് ടു കട്ട് ദി ഗോഡിയൻ നോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ടു കട്ട് ദി ഗോഡിയൻ നോട്ട് എന്ന് പറഞ്ഞാൽ എന്താ, ടു സോൾവ് എ ഡിഫിക്കൽട്ട് പ്രോബ്ലം. ഓക്കെ, അപ്പൊ ലാസ്റ്റ് പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടി നോക്കാം. ടൂത്ത് ആൻഡ് നെയിൽ അല്ലേ, ടൂത്ത് ആൻഡ് നെയിൽ എന്താ ഉദ്ദേശിക്കുന്നത്? ടൂത്തും പല്ലും നഖവും അല്ലേ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. പോരാടാൻ നേരത്ത് നമ്മൾ പറയും പല്ലും നഖവും ഉപയോഗിച്ചിട്ടാണ് പോരാടിയത്, അതായത് എല്ലാ പവറും അല്ലേ, വിത്ത് ഓൾ പവർ. സ്പിക്ക് ആൻഡ് സ്പാൻ എന്ന് പറഞ്ഞാൽ എന്താ അല്ലേ, പിക്ക് എന്ന് ആലോചിക്കുക, എല്ലാം ഇങ്ങനെ എടുത്ത് വെക്കുക അല്ലേ, എടുത്ത് വെച്ചിട്ട് എന്താണ്, അടുക്കും ചിട്ടയോടും കൂടി വെക്കുകയാണ്. ക്ലീൻ ആൻഡ് ടൈഡി, സ്പിക്ക് ആൻഡ് സ്പാൻ എന്ന് പറഞ്ഞാൽ ക്ലീൻ ആൻഡ് ടൈഡി. ദെൻ സ്വാൻ സോങ് എന്ന് പറഞ്ഞാൽ എന്താ, എ പേഴ്സൺസ് ലാസ്റ്റ് പെർഫോമൻസ് അല്ലേ, ഒരു വ്യക്തിയുടെ അവസാനത്തെ പെർഫോമൻസിനെയാണ് സ്വാൻ സോങ് എന്ന് പറയുന്നത്. നമ്മൾ എങ്ങനെയാ ഓർത്ത് വെച്ചത്? അവസാനത്തെ പെർഫോമൻസ് എന്തായിരുന്നു? ഒരു പാട്ടായിരുന്നു അല്ലേ, ഒരു സോങ് ആയിരുന്നു, അങ്ങനെ ഓർത്ത് വെക്കാം. ടു ബിൽഡ് എ കാസ്റ്റിൽ ഇൻ ദ എയർ എന്ന് പറഞ്ഞാൽ എന്താ, ഇമാജിനറി പ്ലാൻസ് ആണ് അല്ലേ, അതായത് ഒരു എന്താണ് സാങ്കല്പികമായിട്ട് അല്ലെങ്കിൽ മനക്കോട്ടയായിട്ടൊക്കെ കിട്ടുക അല്ലെ, സാങ്കല്പികമായിട്ട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിൽ കാണുക, അതിനെയാണ് ടു ബിൽഡ് എ കാസ്റ്റിൽ ഇൻ ദ എയർ എന്ന് പറയുന്നത്. ദെൻ ടു ഷോ വൈറ്റ് ഫെദേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഇവിടെ വെള്ളത്തൂവൽ കാണിക്കുന്നത് എപ്പോഴാണ് അല്ലേ, ഒരു ഭീരുത്വം, അയാളുടെ ഭീരുത്വം കാണിക്കുന്നതിനെയാണ് വെള്ളത്തൂവൽ കാണിക്കുക എന്ന് പറയാം. ടു ബ്ലേസ് എ ട്രയൽ അല്ലേ, ട്രയൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ട്രയൽ ഓർത്ത് വെക്കുക, ഒരു ട്രയൽ ചെയ്യുന്നത് എപ്പോഴാണ്, ഒരു കാര്യം ആരംഭിക്കുന്നതിന് മുമ്പെയാണ് അല്ലേ. അപ്പൊ ടു ഇനീഷ്യേറ്റ് എ വർക്ക്. ദെൻ ലാസ്റ്റ് വൺ, ടു കട്ട് ദി ഗോഡിയൻ നോട്ട് അല്ലേ, ഗോഡിയൻ നോട്ട് എന്ന് പറഞ്ഞാൽ എന്താ, ഊരാക്കുടുക്കാണ്. ആ ഊരാക്കുടുക്ക് അവിടെ കട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, അവിടെ ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാണ് ചെയ്യുന്നത് അല്ലേ, അതായത് ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ, ടു കട്ട് ദി ഗോഡിയൻ നോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഇത്രയും എടുത്ത കാര്യങ്ങളൊക്കെ ക്ലിയർ അല്ലേ? ഇനി ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടും കൂടി വരാനുണ്ട്. അതോടുകൂടിയിട്ട് നമ്മുടെ ഇഡിയവുമായി ബന്ധപ്പെട്ടിട്ട് ഏത് പരീക്ഷയും ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ക്ലാസ് എടുത്തിട്ടുള്ളത്. അപ്പോൾ കൃത്യമായിട്ട് കണ്ട് മനസ്സിലാക്കി പഠിക്കാം. ഓക്കെ, താങ്ക് യു.